بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. صل يا ربنا سلمنا على طه ياسين. صل يا ربنا سلمنا على طه ياسين. മുത്തുമാണിക്യമാണ് വഹമീം. മുത്തുമാണിക്യമാണ് വഹമീം. നിങ്ങളാരും സലാം മടക്കിയിട്ടില്ല. എല്ലാവരും എണീച്ചു. അൽഹംദുലില്ലാഹ് شيخنا سيدنا سندنا قدوتنا آخذ بأيدينا إن شاء الله. ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളെ ബറക്കത്താക്കപ്പെട്ട ഹദറത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാരും മുന്നിലേക്ക് കസേര കൈയോടെ പിടിക്കാൻ പാടില്ല. മുന്നിലേക്ക് വരണം, എതിരിലേക്ക് വരണം. എല്ലാരും പേര് ഒരുപാട് മുതഅല്ലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ. SSLCക്ക് പഠിക്കുന്ന കിടാക്കളാണല്ലോ നിൽക്കുന്ന സെക്കൻഡ് PUC എക്സാം അടുത്ത് വരാൻ പോവാണ്. ആഫ്റ്റർ 2 വീക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു മജ്ലിസിലേക്ക് എതിരിക്കുക മക്കളെ. അല്ലാഹു തആല ബറക്കത്തുള്ള ഒരു മജ്ലിസാക്കണേ അല്ലാഹ്. SSLCക്ക് പരീക്ഷ എക്സാം അടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ പോവാണ്. അതുപോലെ ഫസ്റ്റ് PUC സെക്കൻഡ് PUC ഒക്കെ പഠിക്കുന്ന കിടാക്കൾക്ക് വേണ്ടി സ്റ്റുഡന്റ്സിന് വേണ്ടി ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരെയും അല്ലാഹു ബറക്കത്തുള്ള മുബാറകീങ്ങളിൽ മുവഫഖീങ്ങളിൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖും ബറക്കത്തുമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മുന്നിലേക്ക് വാ. ഈ ഫ്രണ്ടിലെ കസേര എതിരിലെ കസേര കുർസിയൊക്കെ കാലിയാണല്ലോ. ആ മുതഅല്ലിമീങ്ങളൊക്കെ മുന്നിലേക്ക് വാ. തലക്കെട്ട് കെട്ടിയ മുതഅല്ലിമീങ്ങൾ സാധാരണക്കാർ എല്ലാവരും മുന്നിലേക്ക് വാ. അല്ലാഹു മുന്നിലേക്ക് വാ. ഖൈറാക്കണേ അല്ലാഹ്. ആമീൻ. അബ്ബ ഉസ്താദ് മുന്നിലേക്ക് വാ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഖൈറായ ആൾക്കാരാണ് അവരൊക്കെ. മുന്നിലേക്ക് വന്നിട്ട് ഇരിക്കുക. ദൈക്കറു. അപ്പൊ നിങ്ങൾ സലാം അടക്കാത്തത്? ഞാൻ സലാം ചൊല്ലിയിട്ടില്ല. സലാം ചൊല്ലെങ്കിലല്ലേ പറയാൻ കിട്ടുള്ളൂ. ഉറക്കനെ സലാം അടക്കണം. ഞാൻ കേൾക്കണം. ഖതീബ് സലാം പറഞ്ഞാലും ആര് സലാം പറഞ്ഞാലും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ തന്നെ മടക്കണം. ഖതീബ് കേൾക്കുന്ന രൂപത്തിൽ സലാം മടക്കണം. ഖതീബ് നല്ല സലാം പറഞ്ഞ ആള് കേൾക്കുന്ന രൂപത്തിൽ. ആ ബാക്കിലുള്ള കിടാക്കളൊക്കെ എന്തെങ്കിലും ബാക്കിലാണ്. അല്ലാഹു തആല ഖൈറിന്റെ വിഷയത്തിൽ ഫ്രണ്ടിലേക്ക് എതിരിലേക്ക് ആക്കണേ അല്ലാഹ്. എണീക്ക് മോനെ. ആ ബാക്കിലുള്ളവർക്ക് നിങ്ങൾ സലാം മടക്കിയോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റഹ്മത്തും ബർക്കത്തൊന്നുമില്ലേ? അതൊക്കെ ഉണ്ടെങ്കിലേ അതിന്റെ മട്ടം പോലെ ആവുള്ളൂ. അസ്സലാമു അലൈക്കും. ബദറുള്ളിയാലെങ്കുന്നേ പരിമളം വീശിടുന്നേ മഹിമയിലും ശൈഖോരേ ഒത്തുപൊലിയോരേ മഞ്ഞനടി മദ്ഫൂനായുള്ളോരാ ബുഖാരിയോരേ ബദറുള്ളിയാൽ ലങ്കുന്നേ പരിമളം
പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരേ ഒത്തുബൊലിയോരേ മഞ്ഞനടി മദ്ഫൂനായുള്ളോരേ സയ്യിദായോരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ ലോകത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ ബദ്റൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരേ ഒത്തുബൊലിയോരേ മഞ്ഞനടി മദ്ഫൂനായുള്ളോരേ സയ്യിദോരേ അല്ലാഹു തആല ഖബൂലാക്കണേ അല്ലാഹ്. നമ്മളെവിടെ വളണ്ടിയർമാരൊക്കെ അവിടെ അല്ലാഹു എല്ലാവർക്കും ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുറച്ചുകൂടി കുർസ് ഒരു 20-30 കുർസ് ബാക്കിൽ വെക്കാൻ പറ്റുമോ? ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ ഇൻഷാ അല്ലാഹ്. ആ വളണ്ടിയർമാരൊക്കെ വരി കസേര എടുത്തിട്ട് കുർസു അവിടെ അൽഹംദുലില്ലാഹ് നമ്മളെ വളണ്ടിയർമാർ വരുന്നുണ്ട്. അല്ല 10 കൂടി വെച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂലിട്ടണ്ടേ? അതിനാണ് ആരും വന്ന് ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലിട്ടിക്കോ. ഒരു 20 കൂടി വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. സ്വല്ലി യാ റബ്ബന സ്വലാത്തല്ലു ചൊല്ലണം. അത് സ്വലാത്താണ്. എന്താ ചൊല്ലുക? സ്വല്ലി യാ റബ്ബന ചൊല്ലു മോനെ. എന്ത് സ്വല്ലി യാ റബ്ബന. അവിടുന്ന് ഒരുപാട് കിടാക്കൾ ചെല്ലുന്നുണ്ട്. ആ സർബത്ത് കൊടുക്കണ കിടാക്കൾ SSLCക്ക് പഠിക്കുന്ന ഒരു കിടാവ് എന്നോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോ വിജയിക്കണം, പാസ്സാകണം, സക്സസ്ഫുൾ ആകണം, അല്ലാഹു റാഹത്താക്കണേ അല്ലാഹ്. അതിനാണ് സ്വലാത്ത്. ദുനിയാവ് വിജയിക്കാൻ, ആഖിറം വിജയിക്കാൻ, എക്സാമിൽ നല്ല പാസ്സാകാൻ, പാസ്ഡ് ആയിട്ട് വരണം, ഫെയിൽഡ് ആകരുത്. ഒരുപാട് A+ വേണം. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. 11:30 മൈക്കളത്തുനിന്ന് ട്രെയിൻ ഉണ്ട് എനിക്ക് ബുക്കാക്കിയത്. നമ്മളെ റസ്വി ഉസ്താദ് ബുക്കാക്കിയ ട്രെയിൻ അതിന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ 11:30 മൈക്കളത്ത് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. നാളെ വെള്ളിയാഴ്ച ഖുത്ബ ഓതാൻ പിന്നെ എത്താൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് 10:30 ഞാൻ പ്രസംഗം നിർത്തും. അതിന്റെ മുമ്പ് കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കോ. ചൊല്ലു മോനെ, ഉറക്കനെ ചൊല്ല്. സ്വല്ലി യാ റബ്ബന. എല്ലാ പെങ്ങളും ചൊല്ലിക്കോ പെങ്ങളെ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല ഖബൂലാക്കണേ അല്ലാഹ്. ചൊല്ലു സ്വല്ലി യാ റബ്ബന. സ്വല്ലി യാ റബ്ബന. പിന്നെ സ്വല്ലി സല്ലി മന്ന അലാ. സല്ലി മന്ന തഅക്കീദിന്റെ തഖീലാന്റെ നൂനാണത്. സല്ലിം എന്നത് അംറ ഹാദിറല്ലേ. സല്ലി മന്ന അലാ. സല്ലി മന്ന അലാ ത്വഹ യാസീൻ. സല്ലി യാ റബ്ബന. സല്ലി മന്ന അലാ ത്വഹ യാസീൻ. ചൊല്ലി സല്ലി യാ റബ്ബന. സല്ലി മന്ന അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം.
സ്വലാത്തിന്റെ ബറക്കത്ത് എന്താണെന്നറിയോ? സ്വലാത്തിന്റെ മജ്ലിസില് മുഅ്മിനീങ്ങൾ കൂട്ടമായി സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് മാത്രം പോരാ. ചില ആൾമാർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി എന്നൊക്കെ പറയും. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അവിടെ സലാം വന്നിട്ടുണ്ടോ? ഇല്ല. സലാം വേണം. സ്വലാത്തിന്റെ കൂടെ എന്ത് വേണം? സലാം വേണം. ആ കിടാക്കളൊക്കെ ഉത്തരം പറഞ്ഞു. ആ കിടാക്കൾക്കും ഞങ്ങൾക്കും ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആനിൽ അങ്ങനെയല്ലേ ഉള്ളത്? ഖുർആനിൽ അങ്ങനെയുള്ള രണ്ടും വേണം. സ്വലാത്ത് വേണം, സലാം വേണം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ ഉസ്താദിന് ഏറ്റവും എതിരിൽ അപ്പൊ വന്നുകൊണ്ടിരിക്കണ ഉസ്താദ് ആ ഉസ്താദ്മാരൊക്കെ അല്ലാഹു ബറക്കത്തുള്ള എനിക്ക് ഏറ്റവും എതിരിലാക്കട്ടെ. ഖൈറായ വിഷയത്തിൽ മുന്നിലേക്ക് ആക്കട്ടെ. ബാക്കിലിരിക്കണ്ട ഉസ്താദന്മാരൊന്നും ബാക്കിലിരിക്കേണ്ടവരില്ല. ഏറ്റവും ഫ്രണ്ടിലേക്ക് വാ. അപ്പൊ എന്തേ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സദഖല്ലാഹു അസ്സ വജൽ ജല്ല ജലാലുഹു. അല്ലാഹ് പറയാണ്, സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, വസല്ലിമു, സലാമു ചൊല്ലണം. രണ്ടും വേണം. അപ്പൊ രണ്ടും വേണം. അങ്ങനെയാണ് നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് മാത്രം പോരാ. പിന്നെന്ത് വേണം? സ്വല്ലി വസല്ലിം വേണം, സലാം വേണം. സ്വല്ലി യാ റബ്ബനാ സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ. സ്വല്ലി യാ റബ്ബനാ സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. ഞങ്ങളെ മജ്ലിസിൽ മലായികത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അവരെ കൂടെ നമ്മളൊന്ന് കൂടുകയാണ്. ഒന്ന് കൂടിക്കൊടുക്ക്. സ്വല്ലി യാ റബ്ബനാ സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ. സ്വല്ലി യാ റബ്ബനാ സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങളെ മകൻ വന്ന് ദുആഇന് നമ്മൾ അനുഗ്രഹിച്ചു. അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ പുള്ളികളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദായിരുന്ന വലിയ ആലിമായിരുന്ന മർഹൂം കെ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പഴയകാല ശിഷ്യന്മാരിൽപ്പെട്ട കുമ്പോൽ മഹല്ല് ജുമുഅത്ത് പള്ളിയിൽ കെ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദർസ് നടത്തുമ്പോൾ അവിടെ ഓതിപ്പടിച്ച അഹമ്മദ് ബാഖവി ഉസ്താദ് മഞ്ഞനാടിയിലെ മുദർരിസ് നമ്മളെ സ്റ്റേജിലുണ്ട്. അതുപോലെ ജമാഅത്ത് കമ്മിറ്റിന്റെ ഭാരവാഹികൾ, മെമ്പർമാരും ജനറൽ സെക്രട്ടറി പിന്നെ ബാവ വന്നിട്ടില്ല. ഇബ്രാഹിം ഹാജി, അങ്ങനെ ഹാജി ഉണ്ട്. അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. ഞാൻ കുറച്ചു നേരം പറയുള്ളൂ, 10:30 നിർത്തും. അപ്പൊ എന്താ പറയാ? സ്വല്ലി യാ റബ്ബനാ സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. നർജു റുയതഹു. നർജു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ റസൂലുള്ളാഹിനെ കാണണമെന്ന് ഞങ്ങൾ വല്ലാതെ പൂതി വെക്കുന്നവരാണ്. ഹബീബായ അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബായ തങ്ങളെ കാണാൻ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കണേ അല്ലാഹ്. നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക صلي سلم عليه فداك صلي سلم عليه فداك صلي يا ربنا سلمنا على طه ياسين صلي يا ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം റബ്ബി ആതിൽ മുന റബ്ബി ആതിൽ മുന ഞങ്ങളുടെ അൽ മുന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് ഹാസിലാക്കി റാഹത്താക്കി തരണേ അല്ലാഹ്. ഉഷാറില്ലാത്ത പലരും ഈ മജ്ലിസിലുണ്ട്, ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ കേൾക്കുന്നവരുണ്ട്. അവരെ രോഗങ്ങളെല്ലാം റാഹത്താക്കി ശിഫയാക്കണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്ത് തന്നെ അറിയപ്പെട്ട ആലിമീങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ് മഞ്ഞനാടി. ശൈഖുനാ മഞ്ഞനാടി ഉസ്താദ്, വലിയ മഞ്ഞനാടി ഉസ്താദ് മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ 10-30 വർഷത്തോളം ദർസ് നടത്തി പോയി. ശൈഖുനാ ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് മുഹമ്മദ് കുഞ്ഞി ഉസ്താദിന്റെ മകളെ ഭർത്താവും കൂടിയായ അബ്ബാസ് ഉസ്താദ് 4 നൂറ്റാണ്ട് കാലം 25 years ദർസ് നടത്തിയിട്ടുണ്ട് ഇവിടെ. അതിന്റെ മുമ്പ് അതിന്റെ ഇടയ്ക്ക് എം.എൻ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ യമൻ ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ദർസ് നടത്തിയവർ, ഇവിടെ മുഅദ്ദിനായവർ, ഇവിടെ ഇമാമായവർ, ഈ മദ്രസയിൽ മംഗളാന്തി മദ്രസയിൽ മുഅല്ലിമായി പഠിപ്പിച്ചവർ പലരും മൗത്തായി. ഇതൊക്കെ ഖബറാണ്. ഇവിടെ കിടക്കുന്ന ഈ മജ്ലിസിൽ തന്നെ, ഇവിടെ തന്നെ ഖബറുണ്ട്. ഈ മജ്ലിസിൽ ആൾമാർ ഇരിക്കുന്ന സ്ഥലത്ത് ഖബറുണ്ട്. ഈ ഖബറുകളിലൊക്കെ കിടക്കുന്നവരായ മുഅ്മിനീങ്ങളുടെ ഹളറത്തിലേക്ക് ഇവിടെ നടക്കുന്ന മുഴുവൻ ഖൈറിന്റെയും മിസ്ലി സവാബ്. ആരും സ്പീക്ക് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹു എല്ലാ കിടാക്കളെയും ബറക്കത്തുള്ള കിടാക്കളാക്കണേ അല്ലാഹ്. നിങ്ങൾ നോക്ക്, ഔലിയാക്കളല്ലേ ഇവിടെ കിടക്കുന്നത്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടല്ലോ, ബഹുമാന. ഇവിടെ കിടക്കുന്ന മഹാനവർകൾ റസൂലുള്ളാഹിന്റെ പുള്ളിയാണ്. പരിശുദ്ധ ഖുർആനിൽ അവരെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് യുരീദുല്ലാഹു ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. ഒരു റിജ്സും ഇല്ലാത്തവരാണ് റസൂലുള്ളാഹിന്റെ പേരമക്കള്. റസൂലുള്ളാഹിന്റെ ബറക്കത്താക്കപ്പെട്ട ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ, ആ ഭാര്യമാരെ മക്കള് പരമ്പരകളിൽപ്പെട്ടവർ, അതിൽപ്പെട്ട വലിയ മഹാനല്ലേ സയ്യിദുനാ ഇസ്മാഈൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർ അല്ലാഹുവിന്റെ വലിയകളിൽപ്പെട്ട മഹാനാണ്. വലിയകൾക്ക് എന്തുണ്ട്? വലിയ എന്ന അറബി വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ്. എന്താ ഉസ്താദേ? അബ്ബാ ഉസ്താദേ, വലിയ എന്നതിന്റെ പ്ലൂറൽ ഫോം എന്താണ്? എന്താ മോനെ? ജംഅ് എന്താ? വലിയ എന്ന മുഫ്രദായ ലഫ്ളിന്റെ ജംഅ് എന്താണ്? ഔലിയാ എന്നാണ് അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ എന്ത്? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാ വലിയ എന്ന വാക്കിന്റെ ബഹുവചനമാണ്.
ഔലിയാക്കൾക്ക് എന്തുണ്ട്? കറാമത്തുണ്ട്. ഈ കറാമത്ത് ആരുടെ കഴിവാണ്? ആര് കൊടുക്കുന്ന കഴിവാണ്? അല്ലാഹ് കൊടുക്കുന്ന കഴിവാണ്. അല്ലാഹ് കൊടുക്കുന്ന കഴിവല്ലാതെ ഒരു മഖ്ലൂഖിനും ഇല്ല. മഖ്ലൂഖുകളുടെ ഏറ്റവും വലിയ നേതാവാരാ? ഏറ്റവും വലിയ ദറജയുള്ള മഹാനാരാണ്? മഖ്ലൂഖുകളുടെ കൂട്ടത്തിൽ, സൃഷ്ടികളെ പടപ്പുകളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാരാണ്? മുഹമ്മദ് മുസ്തഫ. പെരിപ്പം പടപ്പെല്ലാം ഓരോ മുത്താലേ പെരിയോ നമ്മൈത്ത് തൻ ഖുദ്റത്താലേ അരിപ്പം മീകും അലം അർവാഹകി അലം മിസാൽ അലം അജ്സമകി പെരിപ്പം പടപ്പെല്ലാം ഓരോ മുത്താലേ പെരിയോ നമ്മൈത്ത് തൻ ഖുദ്റത്താലേ അരിപ്പം മീകും അലം അർവാഹകി അലം മിസാൽ അലം അജ്സമകി അർശ് പുരയും ദരമിനുസാനാക്കി അധികിലനേകം സിററിവുമാക്കി ഉരയും മിനന്നസുതിൽ ജംഹൂത്തി ഉഗമേ പാലേ ഗൈബ കീനെ അലത്തിൽ കീനെ അലത്തിൽ ആക്കി അഹ്മദും മുഹമ്മദും അരിമാതിരുപേർ ബേത്താവൻ പുകഴ്ന്നേ ആക്കം അർവാഹ് പല ഖൽഖിലേ അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ ആക്കം അർവാഹും പല ഖൽഖിലേ അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ. അതായത് എല്ലാ ഖൽഖിനും, അതായത് എല്ലാ മഖ്ലൂഖിനും, എല്ലാ പടപ്പുകൾക്കും റസൂലുള്ളാഹിനെ കൊണ്ട് ഗുണം കിട്ടാത്ത ഒരൊറ്റ പടപ്പുമില്ല. അല്ലാഹുവിന്റെ കഠിന ശത്രുവായ അദുവായ അല്ലാഹു തആല की बहुत ज्यादा दुश्मन कौन है? अबू जहल लअनतुल्लाहि अलैहि. അപ്പോ അള്ളാന്റെ വലിയ ശത്രുവാണ് അബൂ ജഹൽ ലഅനത്തുല്ലാഹ്. ആ അബൂ ജഹലിന് വരെ വെള്ളം കുടിക്കാൻ കിട്ടുന്നത് ആരെ കൊണ്ടാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സബബ് കൊണ്ടാണ്, റസൂലുള്ളാഹിന്റെ ദറജ കൊണ്ടാണ്. അപ്പൊ അള്ളാന്റെ റസൂലാണ് ഏറ്റവും വലിയ ദറജയുള്ള മഖ്ലൂഖാരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ കഴിഞ്ഞാൽ മറ്റുള്ള അമ്പിയാക്കളും മുർസലീങ്ങളുമാണ്. അമ്പിയാക്കളിൽപ്പെട്ടവർ തന്നെയാണ് മുർസലീങ്ങളും. എല്ലാ നബിമാരും റസൂൽ അല്ലെങ്കിലും എല്ലാ നബിയും റസൂൽ അല്ല, എല്ലാ റസൂലും നബിയാണ്. എല്ലാ നബിയും റസൂൽ അല്ല, എല്ലാ റസൂലും നബിയാണ്. എല്ലാ മനുഷ്യന്മാരും ഉസ്താദ് അല്ല, എല്ലാ ഉസ്താദും മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അല്ലേ? നബി എന്ന് റസൂൽ എന്ന് പറഞ്ഞാൽ വറസൂലു മിനൽ ബശരി ദക്കറുൻ ഹുർറുൻ ഊഹിയ ഇലൈഹി ബിശർഇൻ വഉമിറ ബിതബ്ലീഗിഹി എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിമാരുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി ദർജ ഉണ്ടാകുമ്പോഴാണ്, ഒന്നുകൂടി ഫളായിലി ഒന്നുകൂടി ജാസ്തിയാകുമ്പോഴാണ് ആരാകുന്നത്? റസൂലാകുന്നത്, മുർസലാകുന്നത്. റസൂലും മുർസലും രണ്ടും ഒന്നാണ്. സുഹൃത്തുക്കളെ, എൻ്റെ പെങ്ങന്മാരെ, മുഅ്മിനീങ്ങളെ, ആ മുർസലീങ്ങളെയും അമ്പിയാക്കന്മാരെയും കഴിച്ചാലുള്ള ഏറ്റവും വലിയ നേതാക്കൾ ആരാണ്? മടവൂർ ശൈഖാണോ? അല്ല. മുഹീദ്ദീൻ ശൈഖാണോ? അല്ല. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ആളാരാണ്? മുഹീദ്ദീൻ ശൈഖാണോ? അല്ല. മുഹീദ്ദീൻ ശൈഖിനേക്കാൾ എത്രയോ വലിയ ഔലിയാക്കളില്ലേ? ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട്.
അതാരാണ്? അവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ആരാന്നറിയോ? അറിവീരേ ഹിജ്റക്കുൾ ഓരോ മുണ്ട് ശഹർ മുന്നേ അൻസാറും നബിയുമായി ഖറാറുണ്ടേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മുഅ്മിനായി ജീവിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്തവരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പെട്ട ആളല്ല മുഹീദ്ദീൻ ശൈഖ്. സ്വഹാബത്തിന്റെ ആ പട്ടികയിൽപ്പെട്ട ആളല്ല റിഫായി ശൈഖ്. സ്വഹാബത്തിന്റെ ദർജയിൽപ്പെട്ട ആളല്ല അജ്മീർ ഖാജ വലിയുല്ലാഹ്. അവരൊക്കെ വലിയ മഹാന്മാരാണ്. പക്ഷേ സ്വഹാബത്തിന്റെ ശേഷം, അതേ താബിഈങ്ങൾക്ക് ശേഷം, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ശേഷമുള്ള പിൽക്കാരക്കാരായ ഔലിയാക്കളെ നേതാക്കളാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ. ശരിക്ക് പഠിച്ചു വെക്കണേ മുഅ്മിനീങ്ങളെ. ബദരീങ്ങളെ ഇപ്പോഴത്തൊരു പാട്ടിറങ്ങിയിട്ടുണ്ട്. 313 ബദരീങ്ങൾക്ക് 313 ബദരീങ്ങളെക്കാളും മേലെ ഞാനാണെന്ന് ആര് പറഞ്ഞു? CM വലിയുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ ഈ പാട്ടുകാരൻ പാടിയത്. CM വലിയുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. CM വലിയുള്ള അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ബദരീങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരാണ്. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്കൊക്കെ കറാമത്തുണ്ട്, സ്വഹാബികൾക്കും കറാമത്ത്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വഹാബികൾ ആരുടെ കാലത്തുള്ളവരാ മോനെ? ആരുടെ കാലത്ത് അവരുണ്ടായത്? ആരുടെ സമാനിലുണ്ടായവര്? ചെല്ലി പറയ്. തങ്ങളെ കാലത്ത് നിങ്ങൾ നോക്കി, ഖന്തഖിന്റെ യുദ്ധം കഴിഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ കഴിവാണ്? വലിയിന്റെ കഴിവാണോ? മുഹീദ്ദീൻ ശൈഖിന്റെ കഴിവാണോ? അല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഈ മഞ്ഞനാടിയിൽ ശൈഖുനാ ഇസ്മാഈൽ തങ്ങൾ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ അവരെ കറാമത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ രോഗം മാറ്റുന്നു. അത് അവരുടെ കഴിവാണോ? അല്ല. കറാമത്ത് എന്ന് പറഞ്ഞാലും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാലും വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവും സ്വന്തമായിട്ടുള്ളത് അല്ലാഹ്ക്കാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് എന്റെ കഴിവാണോ? അല്ല. ഓരോരോ അക്ഷരങ്ങൾ ഇവിടെ സംസാരിക്കാൻ, ഓരോ ഹർഫ് എന്റെ വായിലൂടെ പുറത്തേക്ക് വരാൻ, അൽ ഇസ്തിത്വാഅതു മഅൽ ഫിഅലി, ഓരോ അക്ഷരങ്ങളും ഞാൻ പറയുമ്പോ ആ പറയുന്ന ടൈമിൽ അതിന്റെ കഴിവ് അല്ലാഹ് എനിക്ക് തരികയാണ്. അതുപോലെ ഔലിയാക്കൾക്ക് സാധാരണ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത കഴിവുണ്ട്. ആ കഴിവ് അത് അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ആ ഖുദ്റത്തിനെ അല്ലാഹു ഒരു വലിയന്റെ കയ്യിലൂടെ അലാ യദി വലിയൻ, ഒരു വലിയയിലൂടെ അല്ലാഹു ഇദ്ഹാർ ചെയ്യുകയാണ്. അതല്ലേ നിങ്ങൾ നോക്ക്, ഖന്തഖിന്റെ യുദ്ധത്തിന്റെ സമയത്തില്, ഖന്തഖ് യുദ്ധമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ വളരെ ചുരുക്കിയാണ്. ഖന്തഖ് യുദ്ധത്തിന്റെ സമയത്തുണ്ടായത് എന്താണ്? 5-6 കിലോമീറ്റർ നീളത്തിൽ സ്വഹാബത്ത് കടഞ്ഞു കയറിയതാണ്. ആ സ്വഹാബികളാകുന്ന ഔലിയാക്കൾക്ക് കടഞ്ഞു കയറാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് എന്റെ വഅദ് അല്ലാഹ് കബൂലാക്കുക. ഞങ്ങളെ വഅദ് കബൂലാക്കണമെങ്കിൽ സ്വലാത്ത് വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുതഅല്ലിമീങ്ങളൊക്കെ നല്ല അക്ഷരശുദ്ധിയിൽ മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ മഹമായ ഫദ്ലാണ്. ഇവിടെ 10-40ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ കിടാക്കൾ പഠിക്കുന്ന ദർസ് ഇവിടെ ഉണ്ട്. മഞ്ഞനാടിക്കാരുടെ ഭക്ഷണം പലപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ മംഗളാർത്തി മദ്രസയിൽ 2 ആഴ്ച വന്ന് താമസിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഇവിടുത്തെ ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അയാളടക്കം അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. അബ്ബ മുസ്ലിയാർ അടക്കം അല്ലേ? അന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തൊരു ഒരു പഠിതാവ് എന്ന് പറയുന്ന മലയാളത്തിൽ പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അല്ലാഹു കബൂലാക്കണേ അല്ലാഹ്.
അപ്പൊ നാട്ടുകാർക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ മഞ്ഞനാടിക്കാര് പഴയ കാലത്ത് ഉഷാറാണ്. നല്ല ഭക്ഷണം കൊടുത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ട്. ഇവിടെ കിടക്കുന്നു, ഖബറിൽ മഖബൂറായി കിടക്കുന്നു, മദ്ഫൂനായി മറപട്ട് കിടക്കുന്നു. അവർക്ക് അതിന്റെ വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. നിങ്ങൾ നോക്ക്, ഖന്തഖിൽ പോയിട്ടില്ലേ? അവിടെയല്ല 7 പള്ളിയുള്ളത്, അവിടൊക്കെ പോകണം എന്ന് ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഇലാഹിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ശറഹുൽ ഇലാഹിൽ പറഞ്ഞിട്ടുണ്ട്. 10,000 സ്വഹാബികളുള്ള ഒരു ഖബറുണ്ട് ലോകത്ത്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ നേതാക്കന്മാരും മാത്രമാണ് അവിടെ അവിടെ മദ്ഫൂനായിട്ടുള്ളത്, മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്ര സ്വഹാബത്ത്? 10,000 സ്വഹാബത്തിന്റെ ഖബർ. എല്ലാരും ഇങ്ങോട്ട് നോക്കുമോനെ, ശർബത്ത് അവിടെ കൊടുക്കും, ആൾക്കാർ വരും, ആൾമാര് വരും, ശർബത്ത് കുടിക്കുക. അവര് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്ക. എത്ര സ്വഹാബത്തിന്റെ ഖബർ? 10,000 സ്വഹാബത്തിന്റെ ഖബറുണ്ട്. അതെവിടെ? 10,000 സ്വഹാബികൾ ഒരു ഖബർസ്ഥാനിലുണ്ട്. എവിടെ അറിയോ? പോയിട്ടുണ്ടോ? പോയവരൊന്ന് കൈവോക്ക്. ആരും പോയവർ ഒരുപാടുണ്ട്. അത് ഓർമ്മയില്ലാത്തോണ്ടാണ്. അതെവിടെയാണ്? മദീനയിലാണ്. വാദി അദ്റാബിൽ വസിത്തിടും ഹസദുറ്റ വാമകുലം ജൂദർ ഖിയാനത്തേറ്റം മികവർ ബന്ധവർ മനതകം ഒരു കൊതിയുണ്ട്. മുന്തിടും ശകുട ശീനൊളി കണ്ട് ബന്ധുകമുടനിത് തടയണം. ബാശി താവർ ബാശി അന്യോഷിത്ത് ചേതം ബരുത്തിടാൻ ഉരൈത്തപ്പോദിശിറുന ചേടാതല ബമ്പർ ഒരുമിത്തണ്ടേ സേറായി ചെണ്ടവർ നെടുകളിലേറി മദീത്ത് പണ്ടവനുടെ കഅബാപുരി ബേത്ത് കണ്ടിടയ അബൂസുഫിയാനെ തലത്ത് ചൊൽവായി ചാമർ ചേതി ഒരുമിത്തിട്ട് അപ്പൊ 10,000 സ്വഹാബത്തിന്റെ ഖബറുള്ള ഏത് റായത്തിലാണത്? മദീനയിലാണ്. അങ്ങനത്തെ ഒരു ഖബറുള്ളത്, ഖബർസ്ഥാൻ. മദീന മസ്ജിദുൻ നബവി റസൂലുള്ളാഹി കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ബറക്കത്താക്കപ്പെട്ട ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ഖബറിന്റെ കിഴക്ക് ഭാഗത്ത് അവിടെ ഒരു ഖബർസ്ഥാനുണ്ട്. അൽ ബഖീഉൽ ഖർഖദ്. ഇന്ത്യക്കാര് പറയും ജന്നത്തുൽ ബഖീഅ, പാകിസ്ഥാനികൾ പറയും ജന്നത്തുൽ ബഖീഅ. ആ ജന്നത്തുൽ ബഖീഅയിൽ 10,000 സ്വഹാബികളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു അവിടെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാൻ ഇബാറത്ത് കണ്ടു. 10,000 സ്വഹാബികൾ എവിടെയാ ഉള്ളത്? മദീനയിലാണ്. മദീനയിൽ പോയവരൊന്ന് കൈവെക്കോ? പോയ ആൾക്കാർ കൈവെക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഒരുപാട് ആളതാ കൈവെക്കുന്നു. പടച്ചോനെ യാ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. ഇനി അവിടെ കല്ലെറിയണം. ആ കൈകൊണ്ട് കല്ലെറിയണം. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കല്ലെറിയണ്ടേ? കല്ലെറിയല് വാജിബാണ്. ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും 4 ദിവസം 70 എറിയൽ നിർബന്ധമാണ്, വാജിബാണ്. മിനായിലാണ് എറിയേണ്ടത്. ആ ഉയർത്തിയ കയ്യൊക്കെ അവിടെ പോയി ഒന്ന് എറിയണം. മിനയിൽ എറിയണം, ജംറാത്തിൽ എറിയണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. എറിഞ്ഞതൊക്കെയും കബൂലാക്കണേ അല്ലാഹ്. ആ മക്കയിലെ മദീനയിലെ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ, വടക്ക് കഴിഞ്ഞ് പിന്നെയും കുറച്ചങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയിട്ട് അവിടെയാണ് എന്തുള്ളത്? അവിടെയാണ് ഖന്തഖുള്ളത്, മദീനയുടെ അതിർത്തിയുള്ളത്. അതെ, മദീനയിലുള്ള യഹൂദികള് അന്ന് ആ യഹൂദികള് കരാറ് ലംഘിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കരാറ് ലംഘിച്ചു. രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹിനോട് രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ഞങ്ങൾ നൽകാം. ജിസിയ
ഞങ്ങൾ നൽകാമെന്നവർ വഅദ ചെയ്തവരാണ് ആ യഹൂദികൾ. മദീനത്തുള്ള യഹൂദികൾ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നദീർ, 3 ഗോത്രക്കാരാണ് പ്രധാനമായിട്ട് ഈ യഹൂദികൾ അന്ന് അവിടെ ഉള്ളത്. ആ വാദി അദറ എന്ന് പറഞ്ഞാൽ മദീന, അദറ എന്നുള്ളത് മദീനയുടെ ഒരു പേരാണ്. മഞ്ഞനാടിക്ക് തന്നെ പല പേരുണ്ട്. മഞ്ചനാടി എന്നാ ചില ആൾമാർ പറയാം. വൈറുൽ മുസ്ലിമീന് കൂടുതൽ അങ്ങനെ പറയാം. കന്നഡത്തിൽ വായിക്കുമ്പോ മഞ്ചനാടി, മലയാളത്തിൽ വായിക്കുമ്പോ മഞ്ഞനാടി. അപ്പൊ ഒരു നാടിന് പല പേരുണ്ടാവും അല്ലേ അല്ലേ. അപ്പോ അദറ എന്നുള്ളത് മദീനയുടെ ഒരു പേരാണ്. മുതഅല്ലിമീങ്ങളെ ത്വയ്യിബ അത് വേറെ പേരാണ്. കിതാബിൽ തന്നെ ധാരാളം ഉള്ള പേരാണത്. വാദി അദറാവിൽ വസിത്തിടും ഹസദുറ്റ് വാമക്കുലം ജൂദർ. ജൂദർ എന്ന് പറഞ്ഞാൽ യഹൂദികൾ. ആ യഹൂദികൾ ഖിയാനത്ത് ചെയ്തു, ചതി ചെയ്തു. എന്ത് അവരെല്ലാവരും കൂടി അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളെ നേതാവുണ്ട്. അതാരാണെന്നറിയോ? അതാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. അയാൾ എവിടെയുള്ളത്? ഈ മുശ്രിക്കീങ്ങളുടെ നേതാവ്, മക്കക്കാരനായ നേതാവ് എവിടെയുള്ളത്? മക്കത്താണ്. മക്കത്തുള്ള അബൂ സുഫിയാന്റെ അടുക്കൽ ചെന്നിട്ട് അവര് പറയാണ്, ത്തുള്ള യഹൂദികൾ പറയാണ്, അവർ മനതകം ഒരു കൊതിയുണ്ട്. ആ യഹൂദികളെ മനസ്സിലൊരു കൊതിയുണ്ട്. എന്താണ്? മുന്തിടും അശകുട ദീനൊളി കൊണ്ട് ബന്ധകമുടൻ അകം ബന്ധുപോയി. ദീനുൽ ഇസ്ലാമിന്റെ വിജയം കണ്ടിട്ട് ആ മുശ്രിക്കീങ്ങളുടെ മദീനത്തുള്ള യഹൂദികളുടെ ഖൽബില് ബന്ധകം, അവരെ ഖൽബിൽ എന്തായി? ബന്ധുപോയി. ഹസദ് വല്ലാതെ ആയിപ്പോയി. ബന്ധകമുടൻ ഇത് തടയണം. ദീനുൽ ഇസ്ലാമിനെ തടയണം. അതേ കലിമത്തു തൗഹീദിനെ തടയണം. ദീനുൽ ഇസ്ലാമിന്റെ റസൂലായ റസൂലുള്ളാഹിനെ പരാജയപ്പെടുത്തണം. അതിന് നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്, നിങ്ങൾ ഞങ്ങളോട് സപ്പോർട്ടാക്കണമെന്ന് യഹൂദികൾ മക്കത്ത് വന്നിട്ട്, മദീനത്തുള്ള യഹൂദികൾ മക്കത്ത് വന്നിട്ട് അബൂ സുഫിയാനോട് ഹെൽപ്പിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദിന്റെ പാട്ടാണിത്. തൃശ്ശൂരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അബൂ ആബിദ് സിദ്ദീഖ് മുർശിദി ഉസ്താദ് പാടുകയാണ്. വാദി അദറാവിൽ വസിത്തിടും ഹസദുറ്റ് വാമകുലം ജൂദർ ഖിയാനത്തേറ്റം മികവർ ബന്ധവർ മനതകം ഒരു കൊതിയുണ്ട്. മുന്തിടും ശകുട ദീനൊളി കൊണ്ട് ബന്ധകമുടനിത് തടയണമെന്ന് ഭാഷിത്തവർ ഭാഷി അന്വേഷിത്ത് അവർ ബശി അന്വേഷിച്ച് അതിനുള്ള വഴി അവർ തേടുകയാണ്. അതിനെന്താ? ഇസ്ലാം ദീനിനെ അടിച്ചമർത്താൻ എന്താ വഴി? വഴിയുണ്ട്. എന്താണെന്നറിയോ? യുദ്ധമാണ് വഴി. ഈ യുദ്ധം ചെയ്യണം. അങ്ങനെ മക്കത്തുള്ള മുശ്രിക്കീങ്ങള് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്നു. മക്കത്ത് നിന്ന് മദീനയിലേക്ക് വരികയാണ്. അവിടെയുള്ള എല്ലാ കക്ഷികളും അൽ അഹ്സാബ് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ഭാഷ്യം. ഖന്തഖിലേക്ക് വന്നതായ കക്ഷികളെ പറ്റി കാഫിരീങ്ങളും അതുപോലെ തന്നെ യഹൂദികളുമായ ആളുകൾ, പല കബീലകളിൽ പെട്ടവർ, പല ചെറിയ ചെറിയ റായത്തിൽ ഉള്ളവർ, പല നാട്ടിൽ ഉള്ളവർ, പല കബീലക്കാർ, പല തറവാട്ടുകാർ, എല്ലാ നായ്ക്കാട്ടങ്ങളും കൂടി വന്നു അല്ലാഹുവിന്റെ ദീനെ അടിച്ചമർത്താൻ വേണ്ടി. അൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ പല സഖ്യകക്ഷികൾ എന്നതിന്റെ അർത്ഥം. ആ അഹ്സാബുകളെല്ലാം കൂടി വന്നപ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പാട്ടുപാടാൻ. പെണ്ണുങ്ങൾ അവരെ പിന്നാലെ ഉണ്ടായിരുന്നു. ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ വന്നപ്പോഴും സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഉഹദിലേക്ക് വന്നപ്പോഴും നഹ്നു ബനാതു താരിഖിൻ നംശി അലൻ നമാരിഖി പാട്ടുപാടിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടുകയാണ്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞില്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞു. ജയിച്ച പാർട്ടിയിൽപ്പെട്ട പെണ്ണുങ്ങൾ ചാടുന്നു. ഏറ്റവും കൂടുതൽ ചാടുന്നത് ആരാണെന്നറിയോ? മുസ്ലിമുകളായ പെണ്ണുങ്ങളാണ്. ആഖിർ സമാന്റെ അടയാളമാണ്.
വളഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു പാട്ടുപാടുന്നവരും നൃത്തം വെക്കുന്നവരും ഡാൻസ് ചെയ്യുന്നവരുമായ പെണ്ണുങ്ങളെ രംഗപ്രവേശം ചെയ്യുന്ന കാലം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഇദത്തുഹിദൽ ഫൈഉ ദിവല വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ ഖിയാമത്ത് നാളിന്റെ മുമ്പായി വരാനുള്ളതാണ് വതുഅല്ലിമ ലിഗൈരിദ്ദീൻ വഉക്രിമ الرجل مخافة شره ولعن آخر هذه الأمة أولها ഒരുപാട് ലക്ഷണങ്ങൾ അടയാളങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ് ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് റീഹൻ ഹംറാ ചുവന്ന കാറ്റ് തീക്കാറ്റ് ഇവിടെ വരാനുണ്ട് തീക്കാറ്റടിക്കൽ ഇവിടെ വരാനുണ്ട് എന്ത് കാറ്റ് തീക്കാറ്റ് ഇവിടെ വരാനുണ്ട് വസൽസലതൻ ഭൂകമ്പങ്ങൾ വരാനുണ്ട് ഭൂമി കുലുക്കം വരാനുണ്ട് വഖസ്ഫൻ മനുഷ്യനെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നത് വരാനുണ്ട് വമസ്ഖൻ മനുഷ്യനെ മൃഗമായിട്ട് കോലം മറിക്കപ്പെടും നാക്കാലിയായിട്ട് കോലം മറിക്കപ്പെടും ആയാത്തിൽ വേറെയും ഒരുപാട് ലക്ഷണങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ കേരളത്തിലെ ഈ പെണ്ണുങ്ങൾ പാടുന്നു, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ ചാടുന്നു, തുള്ളുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് സുഹൃത്തുക്കളെ. ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ വന്നപ്പോ പുറപ്പേട്ട മുജാഹിലുടൻ കിബർ പൊങ്കിയണം ലിബാസ് ചമൈന്ത് പുതുമാ ഹസബീത്ത് കൽബൈത ഹരീറു മുടുത്തിടവേ മികവായ പട്ടുകളാൽ ഉള്ള മേൽമച്ചട്ടകളും അരൈനാട ചോട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാ. ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ വന്നപ്പോൾ പിന്നാലെ പാട്ടുപാടാൻ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഉഹദിലേക്ക് വന്നപ്പോഴും പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഖന്തഖിലേക്ക് വന്നപ്പോഴും അങ്ങനെ ഖന്തഖിലേക്ക് വലിയ സൈന്യം വന്നു. എന്നിട്ട് എന്താ വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ സ്വഹാബത്തിനോട് മുശാവറ ചെയ്യുമ്പോ സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജന്മനാട് ഇറാനാണ് നബിയെ, ഇസ്ബഹാനാണ് നബിയെ. എന്റെ നാട്ടിലൊരു യുദ്ധത്തിന്റെ തന്ത്രമുണ്ട്, അത് വലിയ കിടങ്ങ് കീറലാണ്. അങ്ങനെ 5-6 കിലോമീറ്റർ വലിയ കിടങ്ങ് കീറി. എന്തിനാ കിടങ്ങ് കീറുന്നത്? മക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആ സൈന്യങ്ങള്, പടയാളികള്, അവര് കുതിരപ്പുറത്ത് ചാടിയിട്ട് ഇങ്ങോട്ട് കടക്കുമ്പോ മദീനയുടെ ഭാഗത്തേക്ക് കടക്കുമ്പോ മദീനയിലേക്ക് ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ ശത്രുക്കൾ, ആ മുശ്രിക്കുകൾ അവരിങ്ങോട്ട് ചാടുമ്പോൾ മദീനത്തേക്ക് ചാടുമ്പോ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടങ്ങ് കുഴിച്ചത്. വലിയ കിടങ്ങ് 5-6 കിലോമീറ്റർ കിടങ്ങ് കുഴിച്ചു. ഭയങ്കര വീതിയുള്ളത്, ഭയങ്കര വീതി. ഈ ഹൈവേ ഉണ്ടല്ലോ, മൈക്കാളത്തുനിന്ന് മഞ്ഞനാടിലേക്ക് വരുന്ന ഈ ഹൈവേ ഏത് വഴിയാ വരുന്ന മോനെ? നാട്ടേക്കൽ വഴി വരുന്ന ഹൈവേ. ഈ ഹൈവേയേക്കാളും വീതിയുള്ളതായ വലിയ കിടങ്ങാണ് സ്വഹാബത്ത് കുഴിച്ചത്. ഇന്ന് മദീനത്ത് പോയവർ ആരെങ്കിലും ആ കിടങ്ങ് കണ്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ കൈവെക്കോ? ആരും കണ്ടിട്ടില്ല. ഇല്ല. എന്താ കാണാത്തത്? ആ കടങ്ങെല്ലാം ഇപ്പോഴത്തെ ഗവൺമെന്റ്, സൗദി ഗവൺമെന്റിന്റെ ഉപ്പാപ്പമാരത് മൂടിപ്പോയി. അവരുടെ കിടങ്ങില്ല, അവിടെ കർസേവ നടത്തിപ്പോയി. കാലാകാലം ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്ന കിടങ്ങ് മൂടിപ്പോയി. മഴവെള്ളം വലിച്ചു പോകുന്ന ഡ്രൈനേജിന്റെ വാട്ടർ ഒഴുകി പോകുന്ന ഒരു ചെറിയ ചാലല്ല ഇത്. കുതിര ചാടി കടക്കാതിരിക്കാൻ ഈ മഞ്ഞനാടിയിലൂടെ കൽക്കട്ട വഴി മൈക്കാളത്തേക്ക് പോകുന്ന റോഡിനേക്കാളും വീതിയുള്ള റോഡാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കേറിയത് ജെസിബി കൊണ്ടല്ല, മെഷീൻ കൊണ്ടല്ല, കൈ കൊണ്ടാണ്.
ആ സ്വഹാബത്തിന് വല്ലാതെ ക്ഷീണമുണ്ട്. അള്ളാന്റെ റസൂലിന് അതിനേക്കാളും വലിയ ക്ഷീണമുണ്ട്. അങ്ങനെ ചെറിയ ക്ഷീണം മാറ്റാൻ വേണ്ടി, റെസ്റ്റാക്കാൻ വേണ്ടി സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തല വെച്ചിട്ട് റസൂലുള്ളാഹി ഒന്ന് ചെറിയ ക്ഷീണം മാറ്റുകയാണ്. അസ്ർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കണമെങ്കിൽ ചെറിയൊരു റാഹത്ത് കിട്ടാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മൂത്താപ്പയുടെ മകനാണ്. ഏറ്റവും ബറക്കത്തുള്ള മൂത്താപ്പ, അല്ലാഹുവിന്റെ റസൂലിന് സംരക്ഷണം നൽകിയ മൂത്താപ്പ അബൂ ത്വാലിബ് എന്ന് പറയുന്ന മൂത്താപ്പ റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ മൂത്തോനാണ് അബൂ ത്വാലിബ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ വാപ്പാക്ക് എത്ര മക്കളാ അറിയോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ എത്ര മക്കളാ? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പാടെ പേരെന്താ? അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുൽ മുത്തലിബ്. മൂപ്പരിക്ക് മഹാനവറുകൾക്ക് എത്ര മക്കളാ? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പാക്ക് എത്ര മക്കൾ? ചോദ്യം അതെങ്കിലും നിങ്ങൾ പഠിച്ചു കിട്ടിയ നമ്മുടെ ഈ മജ്ലിസ് മുതലാവുമല്ലോ. റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പാക്ക് മുതഅല്ലിമീങ്ങളെ 10 മക്കളാണ്. എത്ര മക്കൾ? അതെ, 10 എന്ന് പറഞ്ഞാൽ 19 ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇത് മഞ്ഞനാടി എന്ന് പറഞ്ഞാൽ അക്കിരിക്കും അല്ല, മലയാളം അല്ല. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയാം. കാരണം രണ്ടിന്റെ അടിയിൽ അവിടെ 19 എന്ന് പറയും. 19 മക്കളുണ്ട്. റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പാക്ക് എത്ര മക്കളാ? അല്ലാഹ് നേരം വെളുത്താലും ലൈവുള്ള ആളാണ് നമ്മളെ ബഹുമാനപ്പെട്ട അംജദി ഉസ്താദ് മുഹമ്മദ് കുഞ്ഞി അംജദി. ഇവരെ വാപ്പാന്റെ ഉമ്മാന്റെ വാപ്പാടെ പേരാണ് ആയിരിക്കണ ഉസ്താദിന് അല്ലേ? ഉമ്മാന്റെ വാപ്പാന്റെ പേരാണ് മുഹമ്മദ് കുഞ്ഞി ഉസ്താദ്, വലിയ മഞ്ഞനാടി ഉസ്താദ്. അല്ലാഹു ആ മഹാന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. എല്ലാ പുള്ളികളെയും ചേർക്കണേ അല്ലാഹ്. ആ 19 മക്കളെ കൂട്ടത്തിലുള്ളൊരു മോനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച ആളാണ്. അബൂ ത്വാലിബിന്റെ മോനാണ് സയ്യിദുനാ അലി. ഫത്ഹുൽ മുഈൻ ഓദന കുട്ടികൾ പഠിച്ചിട്ടില്ലേ? എന്ത് ആ അലി ഇബ്നു അബീ ത്വാലിബ് ജുമുഅന്റെ ഖുത്ബ ഓതുമ്പോൾ വന്നിട്ട് ഒരാൾ സംശയം ചോദിച്ചതാ. അതിന്റെ മറുപടിയാണ് എന്ത് എന്നറിയോ? صار ثمن المرأة تسعى. ആ പെഞ്ഞായിക്ക് 8-1 ഓഹരി. ആ പെഞ്ഞായിക്ക് 8-1 കിട്ടൂല, അത് കുറയും, 9-1 കുറയും എന്ന് പെഞ്ഞായിന്റെ മസല ചോദിച്ചപ്പോ മൗത്തായി പോയ ഭർത്താവിന്റെ ഭാര്യയെ പറ്റി ജീവിച്ചിരിക്കുന്ന ഭാര്യക്ക് 8-1 കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, മറ്റുള്ളവർക്കെല്ലാം കൂടി കൊടുക്കുമ്പോൾ അപ്പോളാ പറഞ്ഞത് ചോദ്യത്തിന് മറുപടിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മറുപടിയാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാടെ മോന്റെ മറുപടിയാണ്. അത് വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയമില്ല. സാധാരണക്കാർക്കും ഇപ്പത്തെ മൊയ്ലിയന്മാർക്ക്, എന്നെ പോലത്തെ മൊയ്ലിയന്മാർക്കും അത് മനസ്സിലാവില്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. ബാക്കി ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കണം. അതിനാണ് മുദരിസ്മാർ ഇവിടെ ഉള്ളത്. ചോദിച്ചാൽ അവർ ഉത്തരം പറയും. ചോദിക്കാനും പഠിക്കാനും ഈ റായത്തിലുള്ളവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് ഫത്ഹുൽ മുഈനിലുണ്ട്. അലി ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമോനാണ്. റസൂലുള്ളാഹിയുടെ മൂത്താപ്പാടെ മോനാണ്. ആര്? സയ്യിദുനാ അലി. അഹദവൻദുലിയെ അർശിലെ പുലിയെ അബൂ ത്വാലിബിൻ തൻകനിയെ അബൂ ത്വാലിബിൻ തൻകനിയെ ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബട ബമ്പർ പതിനാലാളെ തകർത്ത്. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബട ബമ്പർ പതിനാല. ഞാൻ പാട്ട് പാടിയപ്പോൾ മൂപ്പരാണ്. നന്ദി പാടുന്നില്ല. നിങ്ങൾ പോവുക.
മൂത്രമൊഴിക്കാൻ പോവാ, എന്നാ സാരില്ല. ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബമ്പർ പതിനാലാളെ തകർത്ത്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബമ്പർ പതിനാലാളെ തകർത്ത്. ബദർ യുദ്ധക്കളം വിറച്ചു മഹാവമ്പരെയും തുലച്ചു. പൊയ്നാലാള് ഒരുമിച്ചാ വന്നത്. അലിയാർ തങ്ങളെ ഒന്ന് വെട്ടിയിട്ട് തല വേറെ ഉടല് വേറെ, തല കൊച്ചിയിലേക്ക് ഉടല് കൊയിലാണ്ടിലേക്ക് 2 പീസാക്കണം. അലിയിന്റെ ഉടൽ, അലിയിന്റെ ജസദ് എന്താക്കണം, അലിയിന്റെ ബോഡി 2 പീസാക്കണം. അതിന് ഒരാൾക്ക് വരാൻ ധൈര്യമില്ല, 2 ആൾമാര് ഇല്ല, 5 ആൾമാര് അല്ല, 10 ആൾമാര് അല്ല, പൊയ്നാൽ ആൾക്കാരാ വന്നത്. ബദർ യുദ്ധം ഒരുമിച്ച് വന്നപ്പോ എന്ത് ചെയ്തു? ഹർബോക്കുൾ ഓയിൻകുട്ടി വൈദ്യരെ ബദർ പടപ്പാട്ടിൽ പറയാണ്, ഹർബോക്കുൾ ഹറാറായ ഇഫ്താഹുൽ ഖിതാലായ ഹൈദറാം അസദുന്ന സൂറഅലി അലിയും കുടുങ്ങിയേ അലി പരീശന്ത് പറവാനേ. ഹർബുൽ ഹറാറായ ഇഫ്താഹുൽ ഖിതാലായ. ഹർബുൽ ഹറാർ അതായത് യുദ്ധത്തിന്റെ ഹറാറാണ്, ചൂടാണ്. സയ്യിദുനാ അലി, അലിയാർ എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ ഒരു വാളുണ്ട്. റസൂലുള്ളാഹി ബർക്കത്തായ കൈ കൊണ്ട് കൊടുത്ത വാള് കൊണ്ട് ഒരൊറ്റ വീശലാണ്. ബദറിന്റെ പടക്കളത്തിൽ സയ്യിദുനാ അലിയാർ തങ്ങളെ ബോഡിയെ, ബർക്കത്താക്കപ്പെട്ട ബോഡിയെ 2 പീസാക്കാൻ വേണ്ടി 14 റിജാൽ, അതേ 14 പേഴ്സൺ ബദറിന്റെ പടക്കളത്തിൽ വന്നപ്പോ ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബമ്പർ പതിനാലാളെ തകർത്ത്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബമ്പർ പതിനാലാളെ തകർത്ത്. ബദർ യുദ്ധക്കളം വിറച്ചു മഹാവമ്പരെയും തുലച്ചു. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞൂടെ? പാടുമോനെ. യാ നബിയേ സലാം, യാ റസൂലേ സലാം. പിന്നെന്താ ബാക്കി എന്താ? ആരൊരാൾ യാ മുഹമ്മദ് നബിയേ എന്ന് വിളിച്ചട്ടെ. അങ്ങനെ വിളിക്കാൻ പാടില്ല. ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് സൈദലവി എന്നാണ്. ഞാൻ വിളിക്കാൻ പറ്റുമോ സൈദലവിയെ? ഇല്ല, വിളിക്കാൻ പറ്റൂല. ബാപ്പാനെ വിളിക്കാൻ പാടില്ലെങ്കിൽ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല. ലാ തജ്അലു ദുആ അർ-റസൂൽ, റസൂലിനെ വിളിക്കുന്നത് മറ്റുള്ളയാളെ വിളിക്കും പോലെയാകരുത്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് സംസാരിക്കുമ്പോ അവരെ സംസാരം വളരെ പതുക്കെയാണ്, വളരെ സൈലന്റ് ആണ്, ഒച്ച പുറത്തേക്ക് വരാറില്ല. അത്രയും ആദരവാണ്, തഅ്ദീമാണ്, റെസ്പെക്റ്റ് ആണ്. അപ്പൊ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ യാ മുഹമ്മദ് നബിയെ, ശൈഖുന കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു അങ്ങനെ വിളിക്കരുത്. പിന്നെന്താ വിളിക്കേണ്ടത്? കുണ്ടൂർ ഉസ്താദ് പിന്നെന്താ വിളിച്ചതെന്നറിയോ? യാ മുത്താറ്റൽ നബിയേ സലാം. ഒന്ന് പാടി നോക്ക്. മദീനയിലേക്ക് ഒരു സലാം ഇല്ല റദ്ദല്ലാഹു അലയ്യ റൂഹി
എന്റെ മേൽ ആര് സലാം പറഞ്ഞാലും ഞാൻ സലാം മടക്കുന്നുണ്ട്. സലാം പറയാൻ സലാം മടക്കാനുള്ള കഴിവ് റസൂലുള്ളാഹി പറയാണ്. വഖദ് അഖറജ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ശർഹുൽ ഇവാഹി പറയാണ്. വഖദ് അഖറജ അബൂ ദാവൂദ ബിസനദിൻ സ്വഹീഹിൻ മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. എനിക്ക് ആര് സലാം പറഞ്ഞാലും അബൂ ദാവൂദിന്റെ സ്വഹീഹായ റിപ്പോർട്ടാണെന്ന് ഹദീസ് തിരിയുന്നവരായ, ഖുർആൻ അറിയുന്നവരായ, ഫിഖ് അറിയുന്നവരായ, ഉസൂലുൽ ഫിഖ് അറിയുന്നവരായ ഔലിയാക്കളുടെ വലിയ നേതാവായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? എന്റെ മേൽ ആര് സലാം പറഞ്ഞാലും സലാം മടക്കാൻ ഞാൻ റെഡിയാണ്. അതിനുള്ള കഴിവ് എനിക്ക് അല്ലാഹു തആല എപ്പോഴും തരുന്നുണ്ട്. ഒരു സലാം പറയാം. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്താറ്റൽ നബിയേ സലാം. എന്താ പറഞ്ഞേ? യാ മുത്താറ്റൽ നബിയേ സലാം. നിങ്ങൾക്ക് നിൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാ? കിടാക്കൾക്കും വയസ്സന്മാരൊപ്പം നിന്ന് നോക്ക്. ഊരവേദനന്റെ പ്രശ്നം എന്താ? ഈ വരുത്തം വരുന്ന എന്തുകൊണ്ടാ? നൊമ്പലം വരുന്ന എന്തുകൊണ്ടാ? വരുത്തം നൊമ്പലം ഉണ്ടാകാനുള്ള കാരണം എന്താ? യൂറോപ്യൻ ക്ലോസറ്റ് വന്നതിന്റെ ശേഷമാണ് ഈ നൊമ്പലം മുഴുവൻ ഉണ്ടായത്. 5 കൊല്ലം മുമ്പ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷ് ക്ലോസറ്റിൽ തന്നെ ഇരിക്കണം. സാധാ ഇരുത്തം ഇരിക്കരുത്, എന്റെ മുട്ടിന് നൊമ്പലുണ്ട്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പഴയ സിലബസ് പ്രകാരം ആണ് ഇരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും സാധാ ഇരുത്തം ഇരിക്കണം. ചെറിയ നൊമ്പലം വരുമ്പോഴേക്കും കസേരമ്മ കുർസൂൽ പോയി ഇരിക്കാൻ പാടില്ല. ഒരു ന്യൂസ് പേപ്പർ മണി കൊണ്ടേക്കും. അല്ലാഹു തആല അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ചെറിയ നൊമ്പലം വരുമ്പോഴേക്കും പഴയ മാതിരി സലാം പറയ്. യാ നബി ഉറക്കനെ പറയുമോനെ, എന്റെ പെങ്ങളെ എണീച്ചിക്ക്. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്താറ്റൽ നബിയേ സലാം. ചൊല്ല് ചൊല്ല്. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്താറ്റൽ നബിയേ സലാം, മുത്താറ്റൽ നബിയേ സലാം. ബദരീങ്ങൾ ഉഹദീങ്ങൾ സ്വഹാബികളാൽ ബഹുപമ്പരം മഞ്ഞനാടി വലിയുള്ളയാൽ. ബദരീങ്ങൾ ഉഹദീങ്ങൾ സ്വഹാബികളാൽ ബഹുപമ്പരം മദിമഹുപമ്പരം മഞ്ഞനാടി വലിയുള്ളയാൽ. ഈ ശാഇർ മുസ്തഫയിൽ ഇറയോനെ തുണക്ക് എന്നിൽ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സലാം പറയാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ അറബിയിലോ എങ്ങനെ സലാം പറഞ്ഞാലും അവിടുത്തെ ഹദറത്തിലേക്ക് അതെത്തിക്കണേ അല്ലാഹ്. ഇല്ല ഞാൻ മടക്കുമെന്ന്, ആ സലാം ഞാൻ മടക്കുമെന്ന് ഇല്ല. റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം, ഹത്താ അറുദ്ദ അലൈഹി സലാം. ആ സലാം ഞാൻ മടക്കുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഫതഅമ്മൽ ഹാദിഹിൽ ഫളീലത്തൽ അളീമത. ഈ പറഞ്ഞ ഫളീലത്ത് ഒന്ന് ആലോചിച്ചു നോക്ക് മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ സലാം മടക്കുകയാണ്. അലൈക്കും, നിങ്ങളെ മേലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി മടക്കിയാൽ വഹിയ റദ്ദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മുസല്ലിമി അലൈഹി ഇദ് ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ഫീ ഖബ്രിഹി. അല്ലാഹുവിന്റെ റസൂൽ അതേ ദുനിയാവിൽ നിന്ന് നമ്മളെ മുമ്പിൽ നിന്നും മറഞ്ഞെങ്കിലും ഗായിബായെങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു കഴിവും അല്ലാഹ് കൊടുക്കുന്ന ദുനിയാവിൽ റസൂലുള്ള ജീവിച്ച കാലത്തുള്ള ഒരു ഖുദ്റത്തും അത് സ്റ്റോപ്പ് ആയിട്ടില്ല. ഹയ്യുൻ ഫീ ഖബ്രിഹി കസായിരിൽ അംബിയാ.
അമ്പിയാക്കന്മാരും അവരെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് വരണം എന്ന് തോന്നിയാൽ വരാൻ പറ്റും. അതുകൊണ്ടല്ലേ യൂനുസ് നബി അലൈഹിസ്സലാം വന്നില്ലേ ഹജ്ജിന്റെ സമയത്ത്? അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇമാം ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റിവായത്തിലുണ്ട്. നോക്ക് അങ്ങോട്ട് നോക്ക്, അതാ വരണേന്ന്. അങ്ങോട്ട് നോക്ക്, ഉദർ ദേഖോ. അതാരാ വരണത്? ആരാ വരണത്? കുതിരപ്പുറത്തല്ലേ വരണത്? അതാരാ? റസൂലുള്ള ചോദിച്ചു, കുതിരപ്പുറത്ത് വരുന്ന ആൾ ആരാ? നോക്ക്, സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. ആരാ വരുന്ന ആള്? യൂനുസ് നബി വഫാത്തായി പോയ യൂനുസ് നബി വരുന്നത് ഹജ്ജത്തുൽ വദായിലേക്ക് ഒരുപാട് ആൾ വരുന്നുണ്ട്. വഫാത്തായ യൂനുസ് നബി വരികയാണ്. കണ്ടോ, വമഅന റദ്ദി റൂഹിഹി ശരീഫത്തി റദ്ദുൽ ഖുവ്വത്തിൻ നുത്ഖിയത്തി ഫീ ദാലികൽ ഹീൻ ലിറദ്ദി അലൈഹി. റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോൾ തന്നെ വഅലൈക്കുമുസ്സലാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മളിപ്പോ ഞാൻ എന്റെ തൊണ്ട കൊണ്ട് വായ കൊണ്ട് നാവ് കൊണ്ട് സംസാരിക്കും പോലെ റസൂലുള്ളാഹി നമ്മളെ സലാം മടക്കുന്നുണ്ട്. അതാണ് അല്ലാഹ്. എന്നിട്ട് പറയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാണ്, വലാ തഗ്തറ, മോനെ നീ വഞ്ചിതനാകണ്ട. ഇൻകാരി ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, മദീനത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ്യ. അയാൾ പറഞ്ഞതുകൊണ്ട് പെട്ടുപോകണ്ട, വഞ്ചിതനാകണ്ട. ഇൻകാരി ഇബ്നു തൈമിയ്യ തലിസല്ലി സിയാറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് അയാൾ പറഞ്ഞതിൽ പെട്ടുപോകണ്ട. ഫഇന്നഹു അബ്ദുൻ അദല്ലഹുല്ലാഹ്, അല്ലാഹു വഴിപഴപ്പിച്ച ഒരു വാലായ മുബില്ലായ ആളാണ് ഇബ്നു തൈമിയ്യ എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മാത്രല്ല, കമാ ഖാലഹുൽ ഇസ്സ് ഇബ്നു ജമാഅ വഅതാല ഫി റദ്ദി അലൈഹി തഖിയ്യു സുബ്കി ഫി തസ്നീഫിൽ മുസ്തഖിൽ വഖൂഉഹു ഫീ ഹഖ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അയാൾ പല തോന്നിയാസം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ലൈസ ബിഅജബിൻ, അത്ഭുതപ്പെടേണ്ടതില്ല. ഫഇന്നഹു വഖഅ ഫീ ഹഖില്ലാഹി സുബ്ഹാനഹു വതആല അമ്മാ യഖൂലുൽ ളാലിമൂന വൽ ജാഹിദൂന ഉലുവൻ കബീറൻ ഫനസബ ഇലൈഹി അൽഅളായിമ. അയാൾ അല്ലാഹുവിനെ പറ്റി പല മോശങ്ങളും പറഞ്ഞ ആളാണ്. കഖൗലിഹി, അയാൾ പറഞ്ഞു ഇന്ന ലില്ലാഹി തആല ജിഹതൻ വയദൻ വരിജലൻ വഅയ്നൻ. അല്ലാഹുക്ക് കണ്ണുണ്ട്, അല്ലാഹുക്ക് കൈയുണ്ട്, അല്ലാഹുക്ക് കാലുണ്ട്, അങ്ങനെ പലതും പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞതിൽ പെട്ടുപോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഖന്തഖിന്റെ വിഷയമല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ആ ഖന്തഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ തിരുനബി മരുമകൻ അലിയാരെ ഉന്നതമടിത്തട്ടിലായി തന്റെ പാവന ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. തിരുനബി മരുമകൻ അലിയാരെ ഉന്നതമടിത്തട്ടിലായി തന്റെ പാവന ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ആളെ പറ്റി ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഴയ കാലം മുതൽ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു തന്ന റൂട്ടാണ് നമ്മളെ റൂട്ട്. ആ റൂട്ട് വിട്ടിട്ട് വേറെ റൂട്ടില്ല. അല്ലാഹു തആല ആ മഹാന്മാരെ പേര് പറഞ്ഞതിന്റെ കാരണമായി ഞങ്ങളെ മജ്ലിസിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഇൽമിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഉസ്താദുമാരായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരെ ഉസ്താദായ ശൈഖുനാ അഹ്മദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അവരെ മുൻഗാമികൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ,
അങ്ങനെ മേപ്പോട്ട് പോയാൽ ഇമാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയുള്ള മഹാന്മാരായ ഇബാറത്തുകളൊക്കെ പഠിക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ അവരെ ഖാദിമീങ്ങളായി സ്വർഗ്ഗത്തിലെത്താനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കള് പരമ്പരകൾക്കും പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളാരും എഴുന്നേറ്റ് പോകണ്ട, സർവത്ത് ഒരുപാട് ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സർവത്ത് കിട്ടും ഇൻഷാ അല്ലാഹ്. എവിടുന്നാ കിട്ടുക? മിനൽ ജന്ന. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. ഫ്രം പാരഡൈസ് ജന്നത്ത് से सरबत मिलेगा, अल्लाह तौफीक अता फरमाए अल्लाह. आमीन बरे. रसूल अकरम सल्लल्लाहु अलैहि वसल्लम के साथ जन्नत में दाखिल करने के लिए तौफीक अता फरमाया अल्लाह. हमारे गुनाहों माफ फरमाया अल्लाह. അങ്ങനെ അലിയാർ തങ്ങളെ മടിയിൽ തലവെച്ചുറങ്ങുകയാണ്. റസൂലുള്ളാഹി അസ്ർ നിസ്കരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ. ചില പൊട്ടന്മാര് പറയും എന്ത് മരിച്ചാൽ കറാമത്തുണ്ടാവില്ല, വഫാത്തായ പിന്നെ കറാമത്തില്ല. സ്റ്റോപ്പായി. ഞാൻ സൗദി അറേബ്യയിൽ പറയാൻ ടൈമില്ല, അൽബാഹ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിൽ. അവിടുത്തെ ചെറിയൊരു എയർപോർട്ടുള്ള സ്ഥലം അഖീഖ് എന്ന് പറയും. എയർപോർട്ടുള്ള സ്ഥലത്തിന്റെ പേര് അഖീഖ്. അഖീഖിലേക്ക് പോകുന്ന ആ വഴിയിൽ അക്കാലത്ത് ഒരു 20 കൊല്ലം മുമ്പ് ഒരു പള്ളി ഉണ്ട്. ഇപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുന്ദുഖുൽ ബാഹ, അൽബാഹ ഹോട്ടൽ. ആ ഹോട്ടലിന്റെ പള്ളി നിസ്കാര പള്ളി, ഒരു മുസല്ല. പള്ളിയായിട്ട് വഖഫ് ചെയ്തൊന്നും എനിക്കറിയില്ല. ഏതായാലും നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു മുസല്ല, ഒരു ചെറിയ നിസ്കാരപ്പള്ളി, ഒരു സറാമിയ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് മഗ്രിബിന് ശേഷം ഇങ്ങനെ നാരിയ സ്വലാത്ത് നാരിയ ചൊല്ലുമ്പോൾ അല്ലദീ തൻഹലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഫുറബു, ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ പുറത്തേക്ക് വിളിച്ച് മുസ്തഫ തആൽ എന്ന് പറഞ്ഞു. ഞാൻ സുഡാനിയാണ്, സുഡാൻ നാട്ടുകാരൻ. എന്നോട് പറയാൾ ഇങ്ങനെ ചെല്ലാൻ, എന്നോട് അയാൾ പറഞ്ഞു ചെല്ലാൻ പാടില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല? അപ്പൊ അയാൾ പറയാ അല്ലദീ തൻഹലു ബിഹിൽ ഉഖദു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കെട്ടുകുടുക്ക കഴിഞ്ഞു പോകും. അയാൾ പറയാ റസൂലുള്ളാഹിനെ കൊണ്ട് കെട്ടുകുടുക്ക കഴിഞ്ഞു പോകുമെന്നല്ലേ ഉള്ളത്, റസൂലുള്ള വഫാത്തായില്ലേ? ഞാൻ പറഞ്ഞു റസൂലുള്ള വഫാത്തായിക്കോട്ടെ, ഈ കെട്ടുകുടുക്ക് അഴിക്കുന്നതാരാണ്? മൻ ഖാദിൽ ഹാജാത്ത്, ആരാണ് ആവശ്യങ്ങൾ തുഖദാ ബിഹിൽ ഹവായിജു, റസൂലുള്ളാഹിനെ കൊണ്ട് ആവശ്യങ്ങൾ വീട്ടപ്പെടും. ഞാൻ ചോദിച്ചു മിൻ ഖാദിൽ ഹാജാത്ത്, മൻ എന്നതിന് സൗദി അറേബ്യയിലെ സംസാര ഭാഷ മിൻ, ആര് എന്നതിന് മിൻ എന്നാ ചോദിക്കുക. മിൻ ഖാദിൽ ഹാജാത്ത്, ആവശ്യം വീട്ടി തരുന്ന ആൾ ആരാ? ഞാൻ പറഞ്ഞു അനാ അഖൂൽ അല്ലാഹ് ബഅദ വഫാത്തി റസൂൽ മിൻ ഖാദിൽ ഹജാത്ത് അല്ലാഹ് വഖബല വഫാത്തി റസൂൽ മൻ ഖാദിൽ ഹജാത്ത് അല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷവും വഫാത്തിന്റെ മുമ്പും ഹാജത്ത് വീട്ടുന്ന ആളാരാണ്? അള്ളയാണ്. അള്ളാന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് അത് റസൂലുള്ളാഹിയിലൂടെ അള്ളാഹ് ഇദ്ഹാർ ചെയ്യാണ്, വെളിവാക്കിയാണ്. വീട്ടുന്നവൻ, രോഗം മാറ്റുന്നവൻ അള്ളയാണ്. അതാണ് അള്ളാന്റെ കഴിവാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് എന്ന കഴിവ് ഒരു നബിയുടെ കയ്യിലൂടെ, ഒരു നബിയിലൂടെ അല്ലാഹ് വെളിവാക്കുകയാണ്. ഖന്തഖിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങ് കയറിയിട്ട് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ മടിയിൽ തലവെച്ച് റസൂലുള്ളാഹി ഉറങ്ങുമ്പോ പകലവൻ മറഞ്ഞങ്ങ് പോയി, സൂര്യൻ അസ്തമിച്ചു പോയി. അലിയാർ തങ്ങൾ അസ്ർ നിസ്കരിച്ചിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട പുന്നാര തിരുനബി മരുമകൻ അലിയാരെ ഉന്നത മടി തട്ടിലായി തന്റെ പാവന ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. സൂര്യൻ അസ്തമിച്ചു പോയി. റസൂലുള്ളാഹി മടിയിൽ തലവെച്ചുറങ്ങാണ്. ബഹുമാനപ്പെട്ട അലിയാർക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, സൂര്യൻ അതാ പടിഞ്ഞാറോട്ട് പോവുകയാണല്ലോ, ഗുറൂബാവുകയാണല്ലോ, അസ്തമിക്കുകയാണല്ലോ. അപ്പോൾ കരയുകയാണ് അലിയാര്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കണ്ണീരുറ്റുമ്പോ റസൂലുള്ളാഹി കണ്ണ് തുറന്ന് നോക്കുകയാണ്. അപ്പൊ കരയുന്നു സയ്യിദുന അലി. വന്യ റസൂലുടെ കാരണം ചോദിച്ചു, നിങ്ങൾക്കുള്ള വ്യാകുലം
വ്യാകുലമെന്തത് എന്തിന് ദുഃഖിച്ചു അലി അപ്പോൾ ഉന്നിടുന്നു അസറിന് എന്നോട് ഖളായെന്ന് പുന്നരത്തിരുനബി മരുമകൻ അലിയാരെ ഉന്നതമടിത്തട്ടിലായി തന്റെ പാവന ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലാവൻ മറഞ്ഞങ്ങിപ്പോയി. റസൂലുള്ള ചോദിച്ചു മായുബ്കീക യാ അബാ തുറാബ്. അബൂ തുറാബ് ഈ കുഞ്ഞത്തെ ആലിം അൽഫോദന കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? തഖ്വീമുൽ ലിസാനിൽ പറയുന്നുണ്ട്. തഖ്വീമുൽ ലിസാൻ എന്ന് പറയുന്ന ഒരു കിതാബ് എല്ലാ പള്ളി ദർസിലും പഠിപ്പിക്കുന്ന കിതാബാണ്. ഞാനത് ഓതി കൊടുത്തിട്ടില്ല. ഓതിയ കാലത്ത് അതിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് അതിലുണ്ട്? കുഞ്ഞത്തെ ആലം, അതുപോലെ ഖത്റുൻ നദാ, അതുപോലെ തന്നെയുള്ള മുല്ലാ ജാമി, അതിലൊക്കെ കുഞ്ഞത്തെ ആലമിനെ പറ്റി പറയുന്നുണ്ട്. എന്താ കുഞ്ഞത്തെ ആലം എന്ന് പറഞ്ഞത്? അറബികൾ വിളിക്കുന്ന ഒരു ബഹുമാന പേരാണ്. ഒരാളെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ്. അയാൾക്ക് പേര് അലി എന്നാണ്. പേര് അലിയാർത്തങ്ങളെ പേരെന്താ? അലി എന്നാണ്. അവരെ ബഹുമാന പേരെന്താണ്? യാ അബാ തുറാബ്. റസൂലുള്ള വിളിക്കുന്ന ബഹുമാന പേരാണ് കുഞ്ഞത്ത് അലം. അറബികൾ വിളിക്കുന്ന വളരെ റെസ്പെക്റ്റ് ആക്കി വിളിക്കുന്ന പേരാണ് കുഞ്ഞത്ത് അലം അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയാർ റസൂലുള്ള വിളിക്കാണ് യാ മായുബ്കീക യാ അബാ തുറാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി എന്നവരോട് കേട്ടു. എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? വന്യ റസൂലുടൻ കാരണം ചോദിച്ചു. നിങ്ങൾക്കുള്ള വ്യാകുലമെന്തത് എന്തിന് ദുഃഖിച്ചു അലി അപ്പോൾ ഉന്നിടുന്നു അസറിന് എന്നോട് ഖളായെന്ന്. എന്റെ അസർ ഖളായില്ലയോ നബിയേ? സൂര്യൻ അസ്തമിച്ചു പോയല്ലയോ നബിയേ? അപ്പൊ റസൂലുള്ളാഹി പറയാണ് വന്നേരം ഹബീബ് അപ്പോൾ മറുപടി കൊടുത്ത് വേഗം നിങ്ങൾ വുളു ചെയ്ത് വരണം എന്റെ അടുത്ത്. വൈകാതെ നിങ്ങൾക്ക് ഇന്ന് അസറിന്റെ വഖത്ത്. വേഗം ഞാൻ മടക്കിടാം കതിരോനെ വിളിച്ചും പുണ്യവന്യനെ നേരം വന്യ അലിയാരോട് ചെയ്യുന്നല്ലോ. സയ്യിദുനാ അലിയാരോട് ഓതുർത്ത് വരാൻ വേണ്ടി പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു പോയി ഓതുർത്ത് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി വിളിക്കുകയാണ്. സൂര്യനെ മടക്കി വിളിക്കുകയാണ്. സൂര്യനെ മടക്കി വിളിച്ച വിഷയം ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സ്വഹീഹായ സനദിലൂടെ ഉള്ള റിവായത്താണ്. എന്റെ മുതഅല്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, ഫത്ഹുൽ ബാരിയിൽ ആ വിഷയം പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഹഫിളുദ് ദുനിയാ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ആ വിഷയം അതാ പറയുമ്പോ പറയാണ് ഈ വിഷയം വളരെ സ്വഹീഹാണ്. ബൈഹഖി ഇമാമിന്റെ റിവായത്ത് സ്വഹീഹായ പരമ്പരയാണ്. അതിനെ ഇബ്നു തൈമിയ്യ മൗദൂആക്കിയിട്ടുണ്ടെങ്കിലും ഇത് ശരിയല്ല, കളവാണെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ദഈഫാണെന്ന് ഇബ്നുൽ ജൗസി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയാണ് മുഅ്മിനീങ്ങളെ ഇത് ദഈഫല്ല, ഇത് മുഹാലല്ല, ഇത് സംഭവിക്കാത്തതല്ല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അലിയാരെ കറാമത്തുമാണ്. അപ്പൊ അള്ളാന്റെ ഔലിയാക്കളെ കറാമത്തുകളും അള്ളാന്റെ അമ്പിയാക്കളെ മുഅ്ജിസത്തുകളും അവരെ വഫാത്തിന് ശേഷം അത് നിലനിൽക്കും എന്ന് ഉറപ്പുള്ളതാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇവിടെ കിടക്കുന്ന മഹാനായ ആ സയ്യിദ് ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു 200 കൊല്ലം മുമ്പ് വഫാത്തായി. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അഹ്സനി പറഞ്ഞതുപോലെ ഈ നാടിനെ വലിയ ബറക്കത്താക്കിയ മഹാനാണ്. അള്ളാന്റെ സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കലാണ്. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, എന്ത് മാഫിൽ മഖാമിലിദി അഖലിം വദി അദബി മിൻ റാഹത്തിൻ ബദഇൽ ഔതാന വഗ്തരിബി.
മാഫിൽ മഖാമി ലിദി അഖലിൻ വദി അദബിൻ മിൻ റാഹത്തിൻ. ബുദ്ധിയുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കൂല. അവരിങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. ബഹുമാനപ്പെട്ട ഞാൻ ചോദിച്ചു ബാഖവി ഉസ്താദിനോട്, അഹമ്മദ് ബാഖവി ഉസ്താദിനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട അവരെ ഉസ്താദായിരിക്കുന്ന ശൈഖുന കെ.വി. ഉസ്താദിന്റെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ദർസിൽ ഞാൻ പലവട്ടവും ഞാൻ കൂടിയിട്ടുണ്ട്. അല്ലാഹു തആല ഗസാലി ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് കെ.വി. ഉസ്താദിനെ പോലത്തെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചു വഫാത്തായ ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഇവിടുത്തെ മുദരിസന്മാരായിരുന്ന ശൈഖുന മഞ്ഞനാട് വലിയ ഉസ്താദ് മുഹമ്മദ് അന്നി മുസ്ലിയാർ ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, എം.എൻ. ഉസ്താദ്, എന്നെ എനിക്ക് അറിയാത്ത ഒരുപാട് ഉസ്താദുമാർ, അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഗസാലി ഇമാമിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഏകദേശം 200-200 കൊല്ലം മുമ്പ് വന്നതാണ്. അന്നൊക്കെ ഇവിടെ ആരുമില്ല. ഇപ്പോഴും ഒരു 4-5 കൊല്ലം മുമ്പ് ഇവിടുന്ന് മച്ചമ്പാടി വഴി അങ്ങോട്ട് പോകുമ്പോ മഞ്ചേശ്വരത്തേക്ക് പോകുമ്പോ റോഡിലൊക്കെ നിറച്ച് രണ്ട് ഭാഗത്തും മൃഗങ്ങളായിരുന്നു. മുമ്പ് റോഡില്ല. എപ്പോഴേലും ഒരു വണ്ടി വരും. ഒരു 4-5 കൊല്ലം മുമ്പ് പോകുമ്പോൾ എന്താ ഉള്ളത്? കുറുക്കൻ ഉണ്ടാവും രണ്ട് ഭാഗത്ത്. വേറെന്താ ഉള്ളത്? ഖിൻസീർ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല എല്ലാവരും നന്നാക്കുമാറാകട്ടെ. എന്ത് ചെയ്തു? അപ്പൊ അല്ലാഹു തആല നമുക്കൊക്കെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ഈ റായത്തിലൊക്കെ എങ്ങനെയാണ് അവർ വന്നത്? ഈ മഞ്ഞനാടിയിലേക്ക് വളപട്ടണത്ത് നിന്ന് വന്നത് വളരെ പ്രയാസപ്പെട്ടല്ലേ വന്നതെന്ന് കാറുണ്ടോ? ഇല്ല. ഇപ്പോഴല്ലേ പെണ്ണുങ്ങൾക്കെല്ലാം കൂടി ബസ്സിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇല്ലാതെ ഇപ്പൊ കൊടുത്തതല്ലേ? അന്ന് വസൂലില്ല. അന്ന് ഫ്രീ ഇല്ല, പൈസ കൊടുത്താലും വസൂലില്ല. വളപട്ടണത്ത് നിന്ന് മഞ്ഞനാടിയിലേക്ക് ബസ്സില്ല. വളരെ പ്രയാസപ്പെട്ട് വന്നവരല്ലേ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി കടലിൽ പോയതിന്റെ ചരിത്രം കിതാബിൽ പല കിതാബിൽ നിന്ന് നഖൽ ചെയ്തുകൊണ്ട് സുവറുൻ മിൻ ഹയാത്തി സ്വഹാബ ആ കിതാബിൽ അതാ പറയുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഞാൻ ഭീമാപ്പള്ളി പ്രസംഗത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അവരെ ചരിത്രം. ആവശ്യമുള്ളവർക്ക് ഇസ്തിഗാസ ചെയ്താൽ മതി, കേൾക്കാൻ പറ്റും. ഭീമാപ്പള്ളി പ്രസംഗം മുസ്തഫ സഖാഫി തെന്നലാണ് അടിച്ചു കൊടുത്താൽ ഇസ്തിഗാസ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ സഹായം തേടണം. ആരോട്? യൂട്യൂബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യണം. ഇസ്തിഗാസ ചെയ്താൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം ഞാൻ അവിടെ ചരിത്രം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കപ്പൽ യാത്രക്കിടയിൽ വഫാത്തായി. അന്നത്തെ കപ്പലാണ് ഡീസലിന് ഓടുന്ന കപ്പലല്ല. ഇന്നത്തെ കപ്പൽ ഡീസൽ വെച്ചിട്ടാണ് ഓടുന്നത്. ഞാൻ പലവട്ടം കപ്പലിൽ യാത്ര പോയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് പലവട്ടം കഴിഞ്ഞ കൊല്ലം നമ്മളെ ബഹുമാനപ്പെട്ട ഖാസിം മുസ്ലിയാർ അതുപോലെ സ്വാഗതം പറഞ്ഞ ഹസനിയും അവരെ നാട്ടിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായി. പക്ഷേ എനിക്ക് പിന്നെ പെർമിറ്റും വിസയും റെഡി ആയതുകൊണ്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയി. അയാൾ സ്വാഗതം പറഞ്ഞു ഉറങ്ങാൻ പോയി. ഇല്ല പോയിട്ടില്ല. നിങ്ങളെ നാടിന്റെ പേര് കൊള്ളരക്കോടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാ റായത്തും ബറക്കത്തുള്ള റായത്താക്കണേ അല്ലാഹ്. ഒരു നോട്ടീസിലൊക്കെ പ്രിന്റ് ആക്കി എന്റെ പേര് വെച്ചിട്ട് പക്ഷേ വരാൻ തൗഫീഖ് ഉണ്ടായില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ റിസ്വി ഉസ്താദ് പറയുന്നു ഉസ്താദ് ഒരു 12 നാള് റസൂലുള്ളാഹിന്റെ സീറ പറയണം എന്ന്. എവിടെ? ഉടുപ്പിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഖൈറിനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ കൂടെയുള്ള സ്വഹാബികളും കൂടെയുള്ള താബിഈങ്ങളും പറയാണ് ഒരുപാട് മഹാന്മാര് നഖൽ ചെയ്തിട്ടുണ്ട്. ഈ അബൂ ത്വൽഹ തങ്ങളുടെ ജനാസ ഏതെങ്കിലും ഒരു ദ്വീപ് കിട്ടിയാൽ, ഒരു ഐലൻഡ് കിട്ടിയാൽ ഒന്ന് മറവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്നത്തെ കപ്പൽ കാറ്റിനനുസരിച്ചിട്ട് പോകുന്ന കപ്പലാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ കപ്പൽ കിഴക്കാണെങ്കിൽ കിഴക്കോട്ടാ പോവുക,
ഒരു ദീപം കാണുന്നില്ല. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ആ കപ്പലിൽ കിടത്തിയിട്ട് വെള്ള തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. എന്താകും ജനാസ, എന്താകും എന്ന ബേജാറാണ്. ബേജാറുണ്ടെങ്കിലും ദിവസം 1 കഴിയുമ്പോ നല്ല സുഗന്ധം ജസദിൽ നിന്ന് ബറക്കത്താക്കപ്പെട്ട സ്വഹാബി അല്ലേ, റസൂലുള്ളാഹിന്റെ ദുആ കിട്ടിയ സ്വഹാബി അല്ലേ. ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ. റസൂലുള്ളാഹി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ ആ ദുആ ഇമാം നബവി തങ്ങൾ നഖൽ ചെയ്യുന്നുണ്ട്. അഹ്മദ് ബാഖവി ഉസ്താദ് ഈ മുതഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്നുണ്ട്. ഇവിടെ +2 പഠിക്കുന്ന കിടാക്കളില്ലേ നാട്ടുകാർ, അതേ ഫസ്റ്റ് BUC സെക്കൻഡ് BUCക്ക് പഠിക്കുന്നവരായ മക്കളില്ലേ, ഈ നാട്ടുകാരില്ലേ മുതഅല്ലിമീങ്ങളല്ലാത്ത ചെറുപ്പക്കാരായ ബാലക്കാർ. ആ ബാലക്കാർക്ക് സെക്കൻഡ് സാറ്റർഡേ ഒഴിവല്ലേ, റജല്ലേ, സൺഡേ റജല്ലേ. ഈ ഉസ്താദിന്റെ അടുക്കലൊന്ന് വന്നിട്ട് ആ റിയാദുസ് സ്വാലിഹീൻ 1 മണിക്കൂർ സുബഹിക്ക് ശേഷം ഓൾ സൺഡേ ഓൾ സെക്കൻഡ് സാറ്റർഡേ ഒന്ന് പഠിച്ചുകൂടെ മക്കളെ? ജമാഅത്ത് മഹല്ല് കമ്മിറ്റിക്ക് അതിനൊരു പരിപാടി ഉണ്ടാക്കിക്കൂടെ? ഉസ്താദുമാര് കിടാക്കളെ ഒന്ന് സംഘടിപ്പിച്ചുകൂടെ? അതാ ഇവിടെ പഠിപ്പിക്കുന്ന കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. ആ കിതാബിൽ നഖൽ ചെയ്യാണ് റസൂലുള്ളാഹിന്റെ ദുആ കിട്ടിയ സ്വഹാബിയാണ് സയ്യിദുനാ അബൂ ത്വൽഹ. അവർ വഫാത്തായി കിടക്കുമ്പോൾ 1 നാൾ കഴിഞ്ഞപ്പോൾ സുഗന്ധം അടിച്ചു വീശിയാണ്. 2ാമത്തെ ദിവസം കഴിയുമ്പോൾ അതിനേക്കാളും വല്ലാത്ത സുഗന്ധമാണ്. 3ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസത്തിൽ ഒരു ദ്വീപ് കണ്ടതപ്പോൾ ആ ഒരു ദ്വീപിലേക്ക് എത്തിയതപ്പോൾ ഒരു ജസീറയിലേക്ക്, ഒരു ഐലൻഡിലേക്ക് എത്തിയതപ്പോഴാ 4ാമത്തെ ദിവസത്തില് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ആ ദ്വീപിലേക്ക് എടുത്തിട്ട് മറവ് ചെയ്യുമ്പോ സുഗന്ധം അടിച്ചു വീശുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കളെ. ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാഇ ബഅദ മൗതിഹിം. അതെ, അവര് വഫാത്താകലോടുകൂടെ ഔലിയാക്കളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും സ്വാലിഹീങ്ങളാണെങ്കിലും അമ്പിയാക്കളെ പറ്റി പിന്നെ പറയാനുമില്ലല്ലോ. അതെ, അവരെ ശരീരത്തിന് കേടുപറ്റൂല. അതേ, ബാങ്കിന്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും ശുഹദാക്കളെ റൂഹോട് കൂട്ടാണെവിടെയും. ഖുർആന്റെ തഫ്സീർ ഇമാം നസഫി തങ്ങളുടെ തഫ്സീർ മദാരിക്കുൽ തൻസീൽ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി പാടുകയാണ്. ബാങ്കിന്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും ശുഹദാക്കളെ റൂഹോട് കൂട്ടാണെവിടെയും. എനിക്ക് മൈക്കളത്തുനിന്ന് ട്രെയിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പ്രസംഗം, എന്റെ സ്പീച്ച്, എന്റെ വയറ് നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആഇക്ക. മാത്രല്ല, സദസ്സിൽ ചില ആൾമാരൊക്കെ എണീച്ചു പോയിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണ്, നല്ല തണുപ്പാണ്. അപ്പൊ നിങ്ങൾ ഈ തണുപ്പുള്ള സർവത്ത് കൊടുത്താൽ ശരിയാവില്ല. ചില കിടാക്കളൊക്കെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചില്ലേ? നിങ്ങൾ 3 കിടാക്കൾ ഇവിടെ വന്നോ, താലിമ്യങ്ങളായ 3 കിടാക്കൾ സ്റ്റേജിലേക്ക് വാ. കുറെ നേരമായി അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കട്ടൻ ചായ കിട്ടുമോ, കണ്ണൻ സ്റ്റേജിലേക്ക് കയറി വാ. ഇൻഷാ അല്ലാഹ് അവർക്ക് ഒരു ബർക്കത്ത് അല്ലാഹ് കൊടുക്കട്ടെ. വേഗം വാ മോനെ, സ്റ്റേജിലേക്ക് കയറി വാ. അല്ലാഹ് എല്ലാ കിടാക്കളും ദ്വാരക്കാൻ പോവാണ്. അവര് ഏതായാലും ഒരാകെ ചെവി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ തൊപ്പിട്ട കുട്ടി ഭയങ്കര തണുപ്പാണ്. അല്ലാഹു തആല എല്ലാ കുട്ടികളും നല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചൂടുള്ളവരാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്തുള്ള മക്കളാക്കട്ടെ. ഈ കുട്ടികൾ ഇവിടെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ നോക്കുന്നുണ്ടല്ല, കണ്ണൻ ചായ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ രാവിലെ കണ്ണൻ ചായ കുടിച്ചോളുന്നത്. നമ്മളെ ഇബ്രാഹിം നിങ്ങളെ പേരെന്താ പറഞ്ഞു? അലിക്കുഞ്ഞ്. അൽഹംദുലില്ലാഹ്, അലിയാർ തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാക്കണം ഇൻഷാ അല്ലാഹ്. അലിക്കുഞ്ഞല്ലേ, നിങ്ങളെ വാപ്പയും ഒക്കെ മൗത്തായി പോയോ?
മാജി പ്രസിഡന്റ് അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ എല്ലാ ഭാഷയാണ്. നിങ്ങൾ മുൻ പ്രസിഡന്റ് എന്ന് മനുഷ്യനെ ബേജാറാക്കണ്ട. മാജി പ്രസിഡന്റ് അല്ലാഹു തആല ബർക്കത്താക്കണേ. യാസീൻ പേരെന്നെ യാസീൻ നബിയുടെ ബർക്കത്തുകൊണ്ട് നാഫിയായ ഈ കിടാവനും എനിക്കുണ്ട് മക്കളെ, ഞങ്ങളെ മക്കൾക്കും. എന്റെ മോൻ എന്ത് വേണം? വാണ്ടഡ് ഗ്രൂം ആയിക്കോട്ടെ. അല്ലാഹു ബർക്കത്തുള്ള ഒരു പ്രത്യേക ദീനബോധമുള്ളതായിരിക്കുന്ന ഒരു പെണ്ണിന് സൗജത്തായി എന്റെ മോനും നമ്മളെ യാസീൻ എന്ന മോനും അതിന്റെ അപ്പുറത്തുള്ള 2 മക്കൾക്കും ബറക്കത്തുള്ള സൗജത്തിനെയും ബറക്കത്തുള്ള കിടാക്കളെയും ബറക്കത്തുള്ള പുള്ളികളെയും ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ബറക്കത്തുള്ള പുള്ളികളെ നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള വലിയ ഇൽമ് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫത്തഹ് കസറായി പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഖുർആന്റെ ആയത്തൊന്നുമല്ല. മൊർത്താനെ എന്നുള്ളത് മൊറത്തിൽ തന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റൊന്നും. ജപ്പു മസ്ജിദ് പള്ള അൽഹംദുലില്ലാഹ്. അതേമാതിരി തന്നെ എപ്പോഴും മസ്ജിദിൽ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആലയുടെ ചരിത്രം പറയണം എന്നൊക്കെ വിചാരിച്ചാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മസ്ജിദിൽ നിന്ന് പുറത്തു പോകില്ല, വീട്ടിലേക്ക് പോകും, സ്വന്തം ഔത്ത് പോകും, അവിടുന്ന് മസ്ജിദിലേക്ക് വരും, മസ്ജിദിൽ നിന്ന് ഔത്തേക്ക് പോകും, ഔത്ത് നിന്ന് മസ്ജിദിലേക്ക് പോകും. 40 കൊല്ലത്തിന്റെ അടക്ക് സ്വന്തം ഔത്തിൽ നിന്ന് അതാ ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിന്റെ ഇബാറത്ത് സ്റ്റേജിൽ വെച്ച് ഞാൻ കണ്ടു. ഞാൻ ഇസ്തിഗാസ ചെയ്തപ്പോൾ എന്റെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് കാണിച്ചു തന്നതാണ്. ആ ഉസ്താദിന്റെ പേരാണ് ഗൂഗിൾ ഉസ്താദ്. ഇവിടെ ഞാൻ ഗൂഗിൾ ഉസ്താദിനോട് ഹില്യത്തുൽ ഔലിയ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ ചരിത്രം ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ ചരിത്രം ഗൂഗിൾ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഔത്തുന്ന് പള്ളിയിലേക്കല്ലാതെ പോയിട്ടില്ല. കണ്ടോ? അതാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ പറയാണ്, കണ്ടോ? വലാ അദ്രി ഫഖുംതു വലാ അദ്രി മാ അസ്നഉ മിനൽ ഫറഹി. അത് വലിയ ചരിത്രമാണ്, പറയാൻ ടൈമില്ല. ഫസിർതു ഇലാ മൻസിലി വജഅൽതു അതഫക്കറു മിമ്മൻ ആഖദു വമിമ്മൻ അസ്തദീനു ഫസല്ലൈതുൽ മഗ്രിബ. അങ്ങനെ അവിടെ പറയുന്നു ഫൈദാ ബിആത്തിൻ യഖറഉ. എന്റെ വാതിൽക്കൽ വന്നിട്ട് മുട്ടുന്നു ഒരാള്. മുട്ടുമ്പോ ഫഖുംതു ഫഖുൽതു മൻ ഹാദാ. ഈ ബഹുമാനപ്പെട്ട ഈ മഹാൻ പറയാണ്, ഇതാരാ എന്റെ വാതിലിൽ വന്ന് മുട്ടുന്നു? സഈദ്. കാല പുറത്തുനിന്ന് പറഞ്ഞു സഈദാണ്. ഏത് സഈദ്? ഫതഫക്കർതു. ഞാൻ ചിന്തിച്ചു, ഫീ കുല്ലി ഇൻസാനിൻ ഇസ്മുഹു സഈദുൻ. സഈദ് എന്ന് പേരുള്ള എല്ലാരെ പറ്റി ഞാൻ ചിന്തിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് ആകാൻ സാധ്യതയില്ല. കാരണം സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങള് അവിടുന്ന് ഔത്തുനിന്ന് പുറത്തിറങ്ങിയ പള്ളിയിലേക്കല്ലാതെ വേറെ എവിടേക്കും വരാറ് പോകാറ് പതിവില്ല. അതുകൊണ്ട് എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് മുട്ടുമ്പോൾ വാതിൽ മുട്ടുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് ആകാൻ സാധ്യതയില്ല. വാതിൽ തുറന്നു നോക്കുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളാണ്. എന്താ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറയാണ്, മോനെ അബൂ വിദാഅത്തെ, എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് മംഗലമാക്കി തന്നതല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നതല്ലേ? എന്റെ മോളെ കൂട്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഒറ്റക്ക് ഉറങ്ങണ്ട. വീട്ടില് പായയില്ല, വീട്ടില് തലയണയില്ല, വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാൻ പാത്രമില്ല, ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പൈസ ഇല്ല, ക്യാഷ് ഇല്ല. അതുകൊണ്ട് പൈസ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് ഫഖീറായ അബൂ വിദാഅത്ത് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ വന്നിട്ട് മുട്ടുമ്പോ ഈ പുതിയാപ്പിള വിചാരിക്കുകയാണ് എന്റെ ഭാര്യന്റെ, എന്റെ പെഞ്ഞായിന്റെ ബാപ്പ ആകാൻ സാധ്യതയില്ല. മഹാനവർകൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കല്ലാതെ വേറെ എവിടേക്കും പുറത്തിറങ്ങലില്ലല്ലോ എന്ന് പറഞ്ഞു. അതേമാതിരി ആ കുട്ടിന്റെ നാടിന്റെ പേര് മസ്ജിദ് പള്ള. പടച്ചോനെ മസ്ജിദുമായി വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് അങ്ങനെ ആകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു അക്ബർ.
നിങ്ങൾ പോയിക്കോളൂ, അല്ലാഹു വല്ല ബർക്കത്ത്. ആ കുട്ടിയൊക്കെ എന്തിനാ സമ്മാനം കൊടുത്തത്? 3 ആള് യമീൻ ഷിമാലൻ നദറ ഇലാ യമീൻ വ ഇലാ ഷിമാൽ. അതിന് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അവർക്ക് നല്ല ബർക്കത്തുള്ള ഇൽമ് കേൾക്കാൻ വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെറിയ കിടാക്കളാണ്, തൽപ്പാകെട്ട് കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർ 15 വയസ്സ് മാത്രമേ ആ കിടാക്കൾക്ക് 3 ആക്കും വയസ്സുള്ളൂ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു നല്ല ബർക്കത്തുള്ള അൽഹംദുലില്ലാഹ്. അങ്ങനെ തന്നെ ചെറിയ കിടാക്കളെ തന്നെ ആ ദർസിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പിന്നെ ഒരു 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ദർസിലേക്ക് കിട്ടൂല. നമ്മളെ ഉസ്താദ് ബഹുമാനപ്പെട്ട വാഖബ് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വലിയ സേവനമാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇവിടുത്തെ ദർസിനെ പടച്ച റബ്ബേ യാ അല്ലാഹ് നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ അത് നിലനിർത്തണേ അല്ലാഹ്. ലാ തജ്അലി ദർസയ ഖയ്യൂമു മുൻദരിസ. ഞാൻ അബൂ ഹനീഫൽ ഫൈസി ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലലുണ്ട്, ലാ തജ്അലി ദർസയ ഖയ്യൂമു മുൻദരിസ ബൽ ഖായിമൻ ബിഹിമാക അൻത മൽജാന. എല്ലാവരും എണീറ്റ് നിൽക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ആ ബാക്കിയുള്ളവരൊക്കെ മുമ്പിലേക്ക് വരണം. മുമ്പിലുള്ളവർ കുറച്ചുകൂടി എതിരിലേക്ക് വരണം. അബ്ബാസ് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ അൽ മദീന എന്ന സ്ഥാപനം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കുറെ കൊല്ലം മുമ്പ് 13 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ഇതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? ബദരീങ്ങളെ പേരിൽ എല്ലാ ദിവസവും ഇവിടത്തെ കിടാക്കൾ ഒരു യാസീനോദീറ്റ് ബദരീങ്ങളെ പേരിൽ ഹദിയ ആക്കിയിട്ട് വിടുന്നത് ആർക്കും ബദരീങ്ങളെ വിളിക്കും, യാ അഹ്ല ബദരിൻ കുല്ലക്കും കുനൂ ലനാ. നിങ്ങൾ അൽ മദീനയിൽ പോയി നോക്ക്, സുബൈന്റെ ജമാഅത്തിനോടെ പോയി നോക്കിയാൽ എന്നോട് പറഞ്ഞതാണ് അബ്ബാസ് ഉസ്താദ് ശറഫുൽ ഉലമ ഉസ്താദ് പറഞ്ഞതാണ്. കൊറോണന്റെ ടൈമിൽ പോലും ഇത് ചൊല്ലിയിട്ടുണ്ട്, ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്. യാ അഹ്ല ബദരിൻ കുല്ലക്കും കൂനൂ ലനാ ശുഫഅ ഫീ തഹ്സീനിനാ മഅ്മൂലനാ ഇൻദൽ ഇലാഹിൽ ഹാകിമിൽ മർജൂലനാ ശഫീഉഹുമുദ് ദാറൈനി ഫീനാ റബ്ബനാ അജ്ജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ. അതേ ബദരീങ്ങളെ വിളിക്കാതെ ഒരൊറ്റ ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല. റബ്ബേ എനിക്ക് എന്റെ അനുഭവം തന്നെ പറയാനുണ്ട്. എന്റെ കാലിന്റെ അടുത്തേ കാലിന്റെ തള്ളവിരലും വലിയ മുറിവുണ്ടായി, സർജറി കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് സുഖമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. 2 ആഴ്ച ആയിട്ടും സുഖമായില്ല. 3 ആഴ്ച കഴിഞ്ഞു, 1 തിങ്കൾ കഴിഞ്ഞു. 2ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ ശൈഖുന ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ് എന്നെ ഫോണാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ജമാഅത്തിലേക്ക് നിങ്ങൾ വരണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് 2 ദിവസം പ്രസംഗിക്കണം കൊല്ലം ജില്ലയിലെ ഏരൂരിൽ. ഞാൻ പറഞ്ഞു, ഉസ്താദേ ജുമുഅക്ക് തന്നെ 4 വെള്ളിയാഴ്ച ഞാൻ പോയിട്ടില്ല. ഉസ്താദ് പറഞ്ഞു, 14 ശുഹദാക്കളുണ്ട് ബദറിൽ ഷഹീദായവർ, അവരെ പേര് ചൊല്ലിയിട്ട് കയ്യിലൂതണം, കാലുമ്മ തൊടവണം. അത് തടവി ളുഹർ മുതൽ അസ്ർ വരെ, മഗ്രിബ് വരെ, ഇശാ വരെ, ഉറങ്ങുന്നത് വരെ തടവിയിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു സുഖം ഉണ്ടായിരുന്നില്ല, തീരെ ഉഷാറില്ല. അങ്ങനെ അന്ന് ഉറങ്ങുന്നത് വരെ ഞാൻ ആ ശുഹദാക്കള് ബദരീങ്ങളെ പേര് ചൊല്ലിട്ടൂതി, കയ്യിലൂതിയിട്ട് തടവി. രാവിലെ ഹോസ്പിറ്റലിൽ പോയി, ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയാണ്, ഡോക്ടർ മുഹമ്മദ് റിഷാദ് കത്രിക കൊണ്ട് നഴ്സ് വന്നിട്ട് സിസ്റ്റർ വന്ന് കട്ടാക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയാണ്, നിങ്ങളെ രോഗം സുഖമായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ഇനി ഡ്രസ് ചേഞ്ച് ആക്കേണ്ടതില്ല. ബദരീങ്ങളെ കൊണ്ട് വലിയ ബേജാറില്ലെന്ന് ഞങ്ങൾ സലാമത്തായിട്ടുണ്ട്. യാ അല്ലാഹ്, എനിക്ക് വലിയ ബന്ധമുള്ള ഒരാളായിരുന്നു നമ്മളെ ഖത്തർ ബാവ ഹാജി എന്ന് പറയുന്ന കെതുമ്പാടിക്കാരൻ മരിച്ചുപോയി. അയാളെ വീട്ടിൽ പല രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അല്ലാഹു അതുപോലെ കൽക്കട്ടയിലും മഞ്ഞനാടിയിലും ഈ പരിസരങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ
മക്കളെ വീട്ടിൽ ഞാൻ പലപ്പോഴും വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. വയത് പറഞ്ഞപ്പോൾ ഈ പരിസരങ്ങളിലൊക്കെയും പഠിക്കലും അതുപോലെ തന്നെ തേർലക്കട്ടയിലും അതുപോലെ തന്നെ ബദിയാറിലും തേർലക്കട്ടയിൽ അങ്ങോട്ട് ജബൽ ഇറങ്ങിയാൽ മലയുടെ താഴത്തേക്ക് പോയാൽ ബദിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വേറെ സ്ഥലത്ത് പൊയ്തൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇന്നിപ്പോ ഒരാൾ ഉസ്താദിനോട് പറഞ്ഞു അവിടുത്തെ ഒരാള് സുഖമില്ലാതെ കടത്തത്തിലാണ്. റബ്ബേ ശിഫയാക്കണേ അല്ലാഹ്. ആമീൻ. എല്ലാവരും ആമീൻ പറയണം. ഒരു അലം നശ്റഹ് ഓതണം. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിശക്തി ഏറ്റി തരണേ അല്ലാഹ്. ആ സ്റ്റേജിലേക്ക് കയറി വന്ന 3 കിടാക്കളായ മുതഅല്ലിമീങ്ങൾക്ക് വഅദ് പറയാൻ, സ്റ്റേജിൽ കയറി വഅദ് പറയാൻ, അൽഫിന്റെ ബൈത്ത് പഠിക്കാൻ, നഹ്വ് തിരിയാൻ, നഹ്വ് പഠിക്കാൻ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനെ പറ്റിയ നല്ല മരുന്നാണ് അലം നശ്റഹ്. ചൊല്ലിക്കോളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت وإلى ربك فارغب. الحمد لله. آمين. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه سيدنا محمد. الله ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് ദോഷം ചെയ്ത പാപികളാണ്. ഈ സദസ്സിൽ ഔലിയാക്കളുണ്ട്. 40 മുഅ്മിനീങ്ങൾ പങ്കെടുത്താൽ 40 മുഅ്മിനീങ്ങൾ കൂടിയാൽ അവിടെ ഒരു വലിയുണ്ട് എന്ന് ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ ജുമുഅന്റെ ബാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, റഹ്മത്തിന്റെ മലക്കുകളുണ്ട്, ഔലിയാക്കളായ ജിന്നുകളുണ്ട്, ഔലിയാക്കളായ ഇൻസുകൾ മനുഷ്യന്മാരുണ്ട്. റബ്ബേ നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വഫാത്തായി കിടക്കുന്ന മഹാന്മാരുണ്ടാകും, മഹദികൾ ഉണ്ടാകും. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ബേക്കൽ ഉസ്താദ് ഇവിടെ യമൻ ഉസ്താദ് മുദർരിസായ സമയത്ത് പലപ്പോഴും ഇവിടെ വരാറുള്ള ഒരാളായിരുന്നു ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, താജുൽ ഫുഖഹാ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ. ആരാ പറഞ്ഞത്? ഇവിടെ മുതഅല്ലിമായിരുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്. മുഹമ്മദ് മദനി ഉസ്താദാണ് പറഞ്ഞത്. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ മൂത്തോന്റെ മോനായ കേസി റോഡ് മഹല്ല് ജുമുഅത്ത് പള്ളി മദ്രസയിൽ സദർ ഉസ്താദായ മുഹമ്മദ് മദനി ഉസ്താദ് ഇവിടെ പഠിച്ച ആളാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, മുഹമ്മദ് മദനി പറഞ്ഞു, അന്ന് യമൻ ഉസ്താദ് ഇവിടെ മുദർരിസായ കാലത്ത് ബേക്കൽ ഉസ്താദ് എപ്പോഴും വരും. രണ്ടാളും വലിയ ചങ്ങാതിമാരാണ്. രണ്ടാളും വഫാത്തായി പോയി. എന്റെ വാപ്പ വഫാത്തായി പോയി. അല്ലാഹ് ശൈഖുനാ നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് വഫാത്തായി പോയി. ഒരുപാട് ആലിമീങ്ങൾ വഫാത്തായി പോയി. ശൈഖുനാ താജ് ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ താജായ താജുസ് സയ്യിദ താജുസ് സാദാത്ത് താജുൽ ഉലമ ഉള്ളാളം തങ്ങളവർകൾ നൂറുൽ ഉലമ എംഎ ഉസ്താദ് വഫാത്തായി. ശംസുൽ ഉലമ ഈക ഉസ്താദ് വഫാത്തായി. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. അങ്ങനെ ആലിമീങ്ങൾ പലരും അവരൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിഥില് സവാബ് എത്തിക്കണേ അല്ലാഹ്. ഇന്നലെ ഉസ്താദിന് ഭയങ്കര ഫീവർ ആണ്, പനിയാണ്. അതുകൊണ്ട് ഉസ്താദ് പല സ്ഥലത്തും പോയിട്ടില്ല. ഉസ്താദ് നാളെയോ മറ്റന്നാളോ നല്ല ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്, ഉഷാറ് കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഉറൂസ് പരിപാടി സമാപിക്കുന്നതിന്റെ മുമ്പ് ശൈഖുനാ ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, അറബ് രാജ്യങ്ങൾ ഒരു ഇന്ത്യൻ പണ്ഡിതന്റെ വാക്കുകൾക്ക് വേണ്ടി അറബ് നാട്ടിലെ മുസ്ലിം മീഡിയകൾ കാതോർക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിം സ്കോളർ, ആ മുസ്ലിം പണ്ഡിതന്റെ പേരാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന് അറബികൾ ആദരവോടെ വിളിക്കുന്ന ഉസ്താദ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ ഉറൂസിൽ വന്ന് പങ്കെടുക്കാൻ, ഇവിടെ വരാൻ, വഅദ് പറയാൻ, ദുആക്ക് നേതൃത്വം കൊടുക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ മുദർരിസ് ഉസ്താദിന്, ഇപ്പോഴുള്ള മുദർരിസ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, ഇമാമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, റബ്ബേ ഇവിടെ മുമ്പ് ഇമാമായവര്, ഖതീബായവര്, ഒരു ഖതീബിന്റെ പേര് ഒരാൾ പറഞ്ഞു, ഹുസൈൻ കുട്ടി ഹാജി, അയാളെ പുള്ളിയാണ് ഞാൻ എന്നൊരു ഉസ്താദ് എന്നോട് പറഞ്ഞു. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ പൂർവികരെ മുഴുവനും, ഉപ്പാപ്പമാരും മാമമാര്, അളാപ്പമാര്, കാക്കമാര്, ഞങ്ങളെ ജ്യേഷ്ഠന്മാര്, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും
മൗത്തായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബേ ഈമാനോടെ ഞങ്ങളെ മൗത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ തെറ്റിച്ച് കളയരുതേ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്കൽ ഇസ്ലാം. നഹ്വുൻ സർഫുൻ നഹ്വുൻ സർഫുൻ മന്തിഖും മആനിയും ഇൽമു തഫ്സീർ ഉസൂലുൽ തഫ്സീർ ഇൽമുൽ ഫിഖ് ഉസൂലുൽ ഫിഖ് ഇൽമുൽ ഹദീസ് ഉസൂലുൽ ഹദീസ് ഇൽമുൻ നഹ്വ് ഉസൂലുൻ നഹ്വ് എല്ലാം പഠിക്കാൻ മുതാലഅ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് ഓരോ മവാനിഅ് വരികയാണ്, ഓരോ മുടക്കങ്ങൾ വരികയാണ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ ഖാദിമീങ്ങളായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി. പെട്ടെന്ന് വേഗം എല്ലാവരും വരണം. 10:45 10:11:35 ട്രെയിൻ. ഇനി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ ആരും മുസാഫഹത്താക്കാൻ വരരുത്. ഇപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കൈ മുസാഫഹത്ത് ചെയ്യുക. പെട്ടെന്ന് വന്ന് കൈ മുസാഫഹത്ത് ചെയ്തു പോവുക. എല്ലാവരും ഭയങ്കര ഹൈറ്റ് ആണ് നമ്മുടെ സ്റ്റേജ്. എല്ലാവരും പെട്ടെന്ന് വരും മോനെ. ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ്. കിടാവ് നോക്കണേ, കിടാവിന് വഴി കൊടുക്കണം. തവസ്സൽനാ ഇൻഷാ അല്ലാഹ് നമ്മുടെ അംജദി ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ് പ്രത്യേകം ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മർസദ് ഹാഫിദ് ഉസ്താദിന്റെ ഇളയോൻ ജോലി ചെയ്യണ ബൊള്ളായിൽ അടുത്ത ആഴ്ച വയലുണ്ട്. അല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ബിഅഹ്ലിൽ ബദർ. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട പ്രഗൽഭ